അനവധി ഭാരങ്ങളുടെയും പ്രയാസത്തിന്റെയും പ്രതിസന്ധികളുടെ എല്ലാം നടുവിലും കർത്താവ് മാറ്റമില്ലാത്തവനായി നമ്മളെ ഇന്നും കരുതുകയാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ലോകത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന പലതും നമുക്ക് വേദനയും ഭാരവും പ്രതിസന്ധിയും ജനിപ്പിക്കുമ്പോൾ നമുക്ക് ആശ്വാസം നൽകുന്നത് കർത്താവായ യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നദ്ധയിലേക്ക് നമ്മൾ ഒരുമിച്ച് അടുത്തു വരുവാൻ ഇടയാകുന്നുവല്ലോ. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് അവരെ ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് പകൽ നേരം നമുക്ക് ചില വചനങ്ങളിലേക്ക് നമുക്ക് തിരിക്കാം. യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ എല്ലാ ലക്ഷണങ്ങളും സംഭവങ്ങളും ലോകം എമ്പാടും നടക്കുമ്പോൾ നാം ദൈവസഭയാകുന്ന നാം ഒരുങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാം വ്യക്തിപരമായിട്ട് നമ്മൾ ഒരുങ്ങണം. നമ്മുടെ ജീവിതം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇടപാടുകളെല്ലാം വളരെ പരിശോധിക്കേണ്ട സമയങ്ങളാണിത്. നമ്മൾ അലക്ഷ്യമായി ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ, അലക്ഷ്യമായിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക, കർത്താവിന്റെ കൃപയിലേക്ക് വരുവാൻ, അവന്റെ അഭിഷേകത്തിന്റെ നിറവിൽ നിലനിൽക്കുവാനൊക്കെ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം കർത്താവ് നൽകിയ ഏറ്റവും വലിയ ദാനമാണിത്. ആമേൻ. നമ്മൾ ഒരിക്കൽ കർത്താവിൽ ഒരിക്കലും സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ ജീവിതം മുഴുവനും മുരടിച്ച അനുഭവത്തിൽ പോയതിന്റെ നടുവിലാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചത്. കർത്താവിന്റെ കൃപയിലേക്ക് വരുവാൻ യേശു ക്രിസ്തു ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞപ്പോൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലോകര് വെച്ചനുഷ്ഠിക്കുന്ന ില്ലെന്ന് നമ്മൾ ഗ്രഹിച്ചപ്പോൾ, ഹല്ലേലൂയ, നമ്മൾ രക്ഷിക്കപ്പെടുവാൻ, കർത്താവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട ലോകത്തെ പുറത്ത് കർത്താവിന്റെ ഭാഗമായി തീരുവാൻ ഇടയായി തീർന്നു. കർത്താവ് തന്റെ അഭിഷേകം നൽകി. സ്തോത്രം. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചു വേർപെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ ഒരു പൂർവ്വകാലത്തിലേക്ക് നോക്കിയ നമ്മൾ പല സ്വഭാവങ്ങൾക്ക്, പാപ സ്വഭാവങ്ങൾക്ക്, ബലഹീന സ്വഭാവങ്ങൾക്കൊക്കെ സ്വന്തം വിധേയരായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കർത്താവിന്റെ കൃപയിലായിരിക്കുവാൻ നമ്മളെ സജ്ജമാക്കിയത് അവന്റെ കൃപയാണ്, കർത്താവിന്റെ സ്നേഹമാണ് നമ്മളെ ഇന്ന് കർത്താവിന്റെ കൃപയിലാക്കിയിരിക്കുന്നത്. സ്വതന്ത്രം. മനുഷ്യർക്ക് ആർക്കും ആരെയും സഹായിക്കാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് സമാധാനം കണ്ടെത്താൻ ഒരിക്കലും കഴിയത്തില്ല. കാരണം മനുഷ്യന് സമാധാനം ഇരുന്നത് കൊണ്ടാണ് ദൈവം തന്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. അപ്പോൾ ഇന്ന് പകർന്നേരം നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ അനുഭവിക്കുന്ന ഈ സമാധാനം മനുഷ്യർ നൽകുന്ന സമാധാനമല്ല, സ്വർഗീയ സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗീയ സമാധാനം പ്രാപിച്ച ഒരു വ്യക്തി, ക്രിസ്തുവിൽ സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മനുഷ്യന്റെ മുമ്പിൽ പോയി കെഞ്ചാനായിട്ട് ഒരിക്കലും റെഡിയാകത്തില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? കർത്താവിൽ രക്ഷ അനുഭവിച്ച ഒരു വ്യക്തി മനുഷ്യന്റെ മുമ്പിൽ പോലും വെറുതെ താണു വീണ് കെഞ്ചി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ ഒരിക്കലും ഇടയാല. കാര്യം മനുഷ്യന്റെ കണ്ണിന് അലിവ് തോന്നാതിരുന്നപ്പോഴാണ്, നോക്കണം, എന്നെയും നിന്നെയും കർത്താവ് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത്. ഹല്ലേലൂയ. നീ പ്രതീക്ഷിച്ചിരിക്കുന്ന പല വ്യക്തികളും, നീ വില മതിച്ചിരിക്കുന്ന പല വ്യക്തികളും ഇന്നും പാപത്തിലിരുന്ന് അവർക്ക് പാപ സ്വഭാവത്തിൽ അവർ തുടരുന്നത് നീ കണ്ടോണ്ടായിരിക്കുന്നത്. ഞാൻ അനേകരെ കാണുന്നുണ്ട്, ശ്രേഷ്ഠരെന്ന് ഉന്നതെന്ന് വിചാരിച്ച പലരും ഇന്നും പാപ സ്വഭാവത്തിലിരിക്കുമ്പോൾ കർത്താവ് എന്നെ പേര് ചൊല്ലി വിളിച്ച് കർത്താവിന്റെ കൃപയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ലോകം പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിലുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ടീച്ചിങ് ഇതാണ്: വളരെയേറെ പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരിക, അല്ലെങ്കിൽ അധികാരങ്ങളും പദവികളും നമ്മുടെ ജീവിതത്തിൽ വരിക, ഇതിലാണ് ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നത് എന്നാണ് ലോകം പഠിപ്പിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കണം, അനേക ശ്രേഷ്ഠരായിരിക്കുന്ന പല തത്വചിന്തകരും ഉന്നത ശ്രേഷ്ഠ നിലവാരത്തിൽ നിന്ന് അനേകരും ജീവിതം തന്നെ അവസാനിപ്പിച്ച് ലോകത്തിൽ നിന്ന് പോയവരാണ് ബഹുഭൂരിപക്ഷം. അവരുടെ അവസാന നാളുകൾ എന്ന് പറയുന്ന ദുരന്തങ്ങൾ നിറഞ്ഞതായിരുന്നു. ലോകം വെട്ടിപ്പിടിച്ച പല മഹാന്മാരുടെ മരണം നിന്ന് നോക്കണം, ദുരന്തം നിറഞ്ഞതായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ മനസ്സിലാക്കണം, ലോകം വെട്ടിപ്പിടിക്കാനിരുന്നതിന്റെ നടുവിൽ നടക്ക വിട്ടുകളഞ്ഞിട്ട് കാൽവരി ക്രൂശിൽ കർത്താവിന്റെ കാൽവരിയുടെ ചവിട്ടിലേക്ക് വന്ന ക്രൂശിലേക്ക് നോക്കുമ്പോ എന്റെ പാപത്തിന് പരിഹാരത്തിനായി ദൈവപുത്രൻ കഷ്ടം സഹിക്കുന്നത് ആത്മാവിൽ കണ്ട ഒരു വ്യക്തി ഒരിക്കലും ഈ ലോകത്തിന്റെ പുറകെ പോകത്തില്ല. കാണുന്ന ഒരു വിശേഷം, അനേകർക്ക് രക്ഷാനുഭവം ഇല്ലാത്തത് കൊണ്ട്, അനേകർക്ക് ദൈവകൃപയിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ല, അല്ലെങ്കിൽ പൂർണ്ണമായ സമർപ്പണമില്ല. അന്യഭാഷ പറയുന്നുണ്ടാന്നാ നോക്കുന്നത്, പക്ഷേ ജീവിതത്തിൽ സമർപ്പണമില്ലാതെ അന്യഭാഷ പറയാൻ പറ്റും?
ദൈവസന്നിധിയിൽ സമർപ്പിക്കാതെ, ദൈവകൃപയിലേക്ക് വരാതെ പാപ സ്വഭാവത്തിൽ തന്നെ തുടരാൻ സാധിക്കും. ഇത് എളുപ്പമായ കാര്യമാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴാണ് ഒരുവൻ ദൈവ പൈതലായി തീരുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ വചനത്തിലേക്ക് നടത്തണം, വിശുദ്ധിയിലേക്ക് നടത്തണം. ഹല്ലേലൂയ. പത്യ ജീവിതത്തിലേക്ക് നമ്മളെ നടത്തണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിലാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥമുള്ളൂ. അനേകരിന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുകയാണ്. ഇത് സഭയ്ക്കകത്ത് ഈ ചിന്താഗതി കടന്നു വരുന്നുണ്ട്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുകയാണ് അനേകര്. പക്ഷേ അവർ യഥാർത്ഥമായി അവരവരെ തന്നെ ചതിച്ചോണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കർത്താവിന്റെ കൃപയിൽ ഇരിക്കാൻ മനസ്സില്ലാതെ മറ്റ് നിയമങ്ങളിലേക്കും മറ്റ് അനുഭവങ്ങളിലും സ്വതന്ത്രം ചുരുങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കൂട്ടത്തിന്റെ നടുവിലാണ് നമ്മളും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. സഹോദരം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവാൻ ആഗ്രഹമുള്ളവർ കരകളും ദൈവത്തിന് ബോധപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇത് പകർന്നേരം ഒന്നും കാരണം നമ്മുടെ കാര്യം ഉയർന്നു തന്നെ ഇരുന്നിട്ട് നമുക്കൊന്ന് പറഞ്ഞേ, കർത്താവിന് ഒന്ന് പറഞ്ഞേ, കർത്താവേ ഈ പറയപ്പെട്ടതുപോലെ വിശുദ്ധിയോടെ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കരങ്ങളിൽ ഒന്ന് പറഞ്ഞേ, കർത്താവേ വിശുദ്ധിയോടെ എനിക്കൊന്ന് ജീവിക്കണം. കർത്താവേ നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ മുമ്പോട്ട് ചുവടുകൾ വയ്ക്കുവാൻ കർത്താവ് നീ സഹായിക്കണം. കർത്താവേ യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ എന്നെ നീ ഒരുക്കണം. കർത്താവേ പരിശുദ്ധാത്മാവെ നീ എന്തിനാണ് ലോകത്തിൽ വന്നിരിക്കുന്നത്, എന്തിനാണ് എന്നെ നിറച്ചിരിക്കുന്നത്, ആ ഉദ്ദേശത്തിലേക്ക് എന്നെ കൊണ്ടുവരണമെന്ന് കരങ്ങൾ ഉയർത്തിയെന്ന് പറഞ്ഞേ. ഹാളെന്ന് പ്രാർത്ഥിച്ച് ദൈവസ്ഥനിൽ നിന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ദൈവസ്ഥനിൽ നിന്ന് ശബ്ദം ഉയർന്നാട്ടെ. കർത്താവിന്റെ കരത്തിലേക്കൊന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവ് നിന്റെ കൃപയിൽ എന്നെ നിലനിർത്തണം, നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്നെ പണിതെടുക്കണമെന്ന് പറഞ്ഞ് അനേകർ ആത്മീകമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ നടുവിലാണ് നീ ഇന്ന് പകർന്നേരം അളലിയ നിന്റെ രക്ഷയ്ക്കായി നീ ഇന്ന് കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് ഇന്ന് പകർന്നേരം നോക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകർന്നേരം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ അളലിയ കാര്യമായി ഗവനിക്കണം കേട്ടോ. ഹല്ലേലൂയ. ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ ഭൂമിയിൽ ഒരു രക്ഷയില്ല. ഹല്ലേലൂയ. ഇത് പിന്നീട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ ആശ്രയിക്കാൻ പിന്നെ കഴിയത്തില്ല. ആരിലും നമുക്ക് പ്രത്യാശ വയ്ക്കാൻ കഴിയത്തില്ല. കാര്യം ലോകം വളരെ ദുരന്തത്തിലേക്ക് പിന്നെ നീങ്ങുകയാണ്. ആമേൻ. ഇതിന്റെ നടുവിൽ നിന്നാണ് നിനക്കും എനിക്കും രക്ഷയ്ക്കായി ഇങ്ങനെ ഒരു പദ്ധതി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ആമേൻ. ഇന്ന് അനേക ലോകത്തിലെ മനുഷ്യരുടെ മുമ്പിൽ വല്ലാതെ ആളെ ഇടപഴകുന്ന ഒരു അനുഭവത്തിലേക്ക് പോവുകയാണ്. നീ സുവിശേഷം പറയുക, അവർ രക്ഷിക്കപ്പെടട്ടെ. അല്ലാതെ നീ കർത്താവിന്റെ കൃപ വിട്ടു പോകുന്ന ഒരു ഇടപാടിലും നീ പോകരുത്. അനേകർ ഹല്ലേലൂയ കർത്താവ് വെച്ച അതിരുകൾ കടന്നു ചെന്ന് ആത്മീകമായി അവരുടെ കണ്ണടങ്ങി കിടക്കുകയാണ് അനേകരുടെ. ഹല്ലേലൂയ. അനേകരുടെ ആത്മീയമായി കണ്ണ് അടഞ്ഞു കിടക്കുകയാണ്. ഒരു കാര്യം മറന്നു പോകരുത്, ഒരു ന്യായവിധിയുണ്ട് കേട്ടോ. ഒരു ന്യായവിധിയുണ്ട്. ആർക്കെങ്ങാണ്ട് എനിക്കുണ്ട് നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കണം. ന്യായവിധി എന്ന് പറയുമ്പോ അടുത്തിരിക്കുന്ന ആർക്കോ ഉണ്ട്, ഞാൻ ക്ലീനാണ്. ഇത് പിശാചിനോട് പറയുന്ന നിനക്കൊരു ന്യായവിധിയുണ്ട്. മറന്നു പോകരുത്, ന്യായവിധിയുണ്ട്. അതുകൊണ്ട് ആ ന്യായവിധിയുടെ മുമ്പിൽ നീ ചെല്ലുമ്പോൾ ഹല്ലേലൂയ കുടുംബമായിട്ടല്ല ചെല്ലുന്നേ, സഭയായിട്ടല്ല ചെല്ലുന്നേ, കൂട്ടുകാരുമൊത്തല്ല ചെല്ലുന്നത്. പിന്നെ എങ്ങനെയാ? തന്നെ ചെന്ന് നിൽക്കണം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നീ ചെയ്ത കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. പൂർണ്ണമായി വെളിപ്പെടുത്തും. നീ പറഞ്ഞതും പ്രവർത്തിച്ചതും ചിന്തിച്ചതും തീരുമാനിച്ചതും എല്ലാം നിരത്തി വെക്കുന്ന ദിവസം. നീ നിന്നെ തന്നെ കാണുന്ന ഒരു ദിവസമാണത്. നീ നിന്നെ തന്നെ കാണുന്ന ഒരു ദിവസമാണ്. എന്റെ ചോദ്യം, നീ റെഡിയാണോ? നീ റെഡിയാണോ? ഹല്ലേലൂയ. റെഡിയാണോ? ഒന്ന് ചിന്തിക്കണേ. ഹല്ലേലൂയ. ഹൃദയത്തോട് വലങ്കരം ചേർത്ത് വെച്ചിട്ട് ഒന്ന് വാസ്തവമായിട്ട് ചോദിക്കണം, ഇത് നീ റെഡിയാണോ എന്ന്. റെഡിയാണോ? നിങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം നിങ്ങൾ എത്രത്തോരമാണ് നിൽക്കുന്നതെന്ന് നല്ലപോലെ അറിയാം. അത് മറ്റൊരു വ്യക്തി അറിഞ്ഞാൽ വളരെ മോശമാണ്. എന്നാൽ മനസ്സിലാക്കണേ, സ്വർഗത്തിലെ ദൈവം സകല വിശുദ്ധന്മാരുടെ മുമ്പിൽ ജയിച്ച് എന്ന് വിശുദ്ധന്മാരുടെ മുമ്പിൽ നിങ്ങളെ നിരത്തി വെക്കുക. നമ്മൾ ഈ ഭൂമി കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു കള്ളി വെളിച്ചത്താകുമ്പോ അതിന് ഒത്തിരി ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടും, അല്ലെ? ഒത്തിരി ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടും. എന്നാൽ അവിടെ ഒരു ന്യായവും ഫലിക്കത്തില്ല. കാര്യം ഒരു കളവോ ഒരു മറവോ ഇല്ലാത്ത ഒരു സമയം അടുത്തു വരുന്നുണ്ട്. നിരത്തി വെക്കുന്ന ഒരു ദിവസമുണ്ട്. സകലതും വെളിപ്പെടുന്ന ദിവസം, സകലതും പുറത്തു വരുന്ന ദിവസം. ഞാൻ ഈ പ്രസംഗിക്കുന്ന എന്നേക്കാൾ നല്ലവണ്ണം ദൈവം എന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്.
എന്നെ പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ട്. ഹല്ലേലൂയ. അത് പ്രദർശിപ്പിക്കുമ്പോഴാണ് നീ എന്താണെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. ഇന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ഓടുകയാണ്. പക്ഷേ പദ്ധതിയല്ല ന്യായവിധി എന്നുള്ളത്. ദൈവം പൂർണ്ണമായി നിന്നെ നിരത്തി വയ്ക്കുന്ന ഒരു ദിവസമാണ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നത്, അന്ന് നീ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? അല്ലേ, ബലപ്പെട്ടിരിക്കുവോ? നമ്മളെ ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? അന്ന് ഇതെല്ലാം എന്നെ പൂർണ്ണമായിട്ട് നിരത്തി വെക്കും. എന്നെ പൂർണ്ണമായിട്ട് എന്റെ എല്ലാ കാര്യങ്ങളും നിരത്തി ദൈവം വെക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിരത്തി വെക്കുമ്പോ അവിടെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ആമേ. ഭയപ്പെടേണ്ടത് ഇവിടെയാണ് ഭയപ്പെടേണ്ടത്. ഇവിടെയല്ല ഭയപ്പെടേണ്ടത്, അവിടെയാണ് ഭയപ്പെടേണ്ടത്. കാര്യം നമ്മളൊരു വാക്യം എടുത്താൽ, കേൾക്കണ, ഒരു വാക്യം എടുത്താൽ ആ വാക്യത്തിന്റെ ഗ്രന്ഥകർത്താവ് എവിടെ ഇരിപ്പുണ്ട്? സ്വർഗത്തിൽ ഇരിപ്പുണ്ട്. പൗലോസ് അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, അതും വെളിപ്പെടുത്തി അങ്ങ് വെക്കും. നീ തീരുമാനിച്ചിട്ട് നിന്റെ മനസ്സിലെ തീരുമാനം ഒരിടത്ത് നിൽക്കും, നീ ചെയ്തു കൂട്ടിയത് മറ്റൊരിടത്ത് നിൽക്കും. ഇത് ഒരിക്കലും അലൈൻ ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നമാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നത് എന്നാണെന്നറിയോ? ഇതന്നെ ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോയിട്ട് ഇത് ജാതികളാ ഇങ്ങനെ പോകുന്നത്. നമ്മള് ചിലരെ ചോദിച്ചത് ഇതൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ പോയപ്പോ, പക്ഷെ നീ സ്നാനപ്പെട്ടതാണെന്ന് മറന്നുപോയി. നീ മനസ്സിലായോ? എന്തുകൊണ്ടാ ഇത് പറയേണ്ടി വരുന്നത്? ഒരുങ്ങേണ്ട സമയമായിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. കൈവിടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പരാതി പറയണ്ട. മിണ്ടാതിരുന്ന തല ഉൽക്ക വീഴാതെ സൂക്ഷിച്ചോണ്ട്. തിന്നാനില്ല, കുടിക്കാനില്ല, രോഗം, പ്രതിസന്ധി, കരണ്ടില്ല, ഒന്നുമില്ല, വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങണ്ട, അങ്ങനെ കിടക്കുകയാണ്. ഒരു നേരം തിന്നാൻ കിട്ടിയില്ല, പാത്രം വലിച്ചു പൊട്ടിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ കിടന്ന് കലങ്ങി മറിയുന്ന ഒരു വ്യക്തി മഹോദരത്തിൽ ചെന്ന് വീഴാനുള്ള അവസ്ഥയൊന്നും ചിന്തിച്ചേ. ഏറ്റവും വലിയ ദുരന്തം നീയല്ലേ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നു പറയുന്ന നീ കർത്താവിലേക്ക് വന്നിട്ടുമില്ല, ലോകത്തിലോട്ട് സുഖിച്ചിട്ടുമില്ല, സ്വന്തം പാപിയായിട്ട് ജീവിച്ചിട്ടുമില്ല, കൈവിടപ്പെട്ടു പോവുകയും ചെയ്തു. ഒന്ന് ഓർത്ത എന്റെ ദുരന്തം എന്നാണ്. അപ്പോൾ വളരെ ഗൗരവമായി നമ്മൾ ഇന്ന് പകൽ നേരം നമ്മളുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ നയിച്ചേ മതിയാകത്തുള്ളൂ. കരങ്ങളിൽ ദൈവം ബോധപ്പെടുത്തിയാട്ടെ. സ്തോത്രം. നമുക്ക് ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് നമ്മളുടെ ചിന്തയെ നമുക്ക് തിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് യോഹന്നാൻ എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം, 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം മുതൽ വായിച്ചു. 1 യോഹന്നാൻ 4-ാം അധ്യായം 3-ാം വാക്യം മുതൽ. മൈക്ക് ഓണാക്കണേ. വായിച്ചോ. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ വരും എന്ന് നിങ്ങൾ. അപ്പോസ്തലനായ യോഹന്നാൻ അപ്പോസ്തലൻ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോ വളരെ സവിസ്തരം ലേഖനങ്ങളെ നമ്മൾ അടുക്കി വെച്ച് പഠിച്ചാൽ ഇതിന്റെ അകത്തൊക്കെ അവസാനത്തെ ലേഖനം പത്രോസിന്റെ ലേഖനത്തിലും യോഹന്നാന്റെ ലേഖനത്തിലും യൂദയുടെ ലേഖനത്തിലും
കണ്ടിട്ട് വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെയും കൂടെ നമ്മൾ നോക്കിയാൽ അവിടെയെല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 1-ാം നൂറ്റാണ്ടിൽ ദൈവാത്മാവിനാൽ അല്ലാത്തൊരു കൂട്ടര് സഭയ്ക്കകത്ത് ആക്റ്റീവായിട്ടുണ്ട്. ആക്റ്റീവായിട്ട് ഉണ്ട്. ഇടയ്ക്ക് ഞാനൊരു കമ്പി വാചകത്തിൽ ഒരു കാര്യം കൂടെ പറയാം. ആ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ എന്ന് നോക്കിക്കോണം ഈ ലക്ഷണങ്ങൾ പറയുമ്പോൾ. പിന്നെ ചുറ്റും ഇരിപ്പോഴും നോക്കിക്കോണം, ഇങ്ങനെയുള്ള ചുറ്റും ഉണ്ടോ, നീ അങ്ങനെയാണോ എന്നൊന്നാമത് നോക്കണം. അടുത്തത് നിന്റെ ചുറ്റും ഇങ്ങനെയുള്ളത് ഉണ്ടോ എന്ന് നോക്കണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിങ്ങനെ ചാരി ഇരുന്ന് പ്രസംഗം കേട്ടിട്ട് പോയാൽ ചാരി നരകത്തിലേക്ക് ഇറങ്ങാം. നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. അപ്പോ 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭയ്ക്കകത്ത് വിശുദ്ധന്മാർക്ക് ലേഖനം യോഹന്നാൻ എഴുതി കൊടുക്കുമ്പോൾ വ്യക്തമായി പറയണ എല്ലാ ആത്മാവ് ക്രിസ്തുവിൽ നിന്നുള്ളതല്ല. അല്ലേ? അതൊരു വിഷയമാണോ? ഇന്നത്തെ സഭയ്ക്കകത്ത് ഏത് ആത്മാവിലാണ് ഒരുവൻ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു വിഷയമല്ല. ആള് വന്നാ മതി. അങ്ങനെ അല്ലേ? ഈ കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളെങ്ങനെയും വന്ന അവിടെ അവരുടെ ആ കോളം ഏത് ആത്മാവിലാണെന്നോ ഒരു വിഷയമേ ഇല്ല. ഇതാര് ചോദിക്കണം? ദൈവസഭയ്ക്കകത്ത് ആത്മാ വരവുള്ള ദൈവദാസൻ ചോദിക്കണം. അവൻ വരവുള്ളവനായിരിക്കണം. വെളിവേടും ദുരാത്മാവും ദുർനടപ്പും ബൈബിൾ കോളേജിന്റെ ഗുണപ്പിടിക്കാത്ത സർട്ടിഫിക്കറ്റ് നടന്നൊന്നും ആത്മാവിന് ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ സഭയ്ക്കകത്ത് കടന്നു വരുന്ന വിശുദ്ധന്മാർ ഈ ലേഖനം വായിക്കുമ്പോൾ അവര് തിരിച്ചറിയണം, നിന്റെ ചുറ്റും ഇരിക്കുന്നത് ഏത് ആത്മാവിലുള്ളവനാണെന്ന് തിരിച്ചറിയണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ തന്നെ എഴുതിയ ലേഖനം. ഇങ്ങനൊരു ലേഖനമോ ഒരു പ്രസിദ്ധീകരണമോ ഇറക്കിയാൽ പറയാം അവൻ സഭയ്ക്കകത്ത് കലക്കം ഉണ്ടാക്കാൻ വന്നു. ഇത് ബൈബിളിന്റെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മളിത് സ്തോത്രം പറഞ്ഞ് കേൾക്കുന്നു അല്ല. ഇതേ കാര്യം മറ്റൊരു വിധത്തിൽ ഇന്ന് കത്തിലൂടെ ഒരു ലോക്കലായിട്ടൊരു വ്യക്തിയുടെ പേര് എഴുതി കൊടുത്താൽ അവിടെ ഭയങ്കര കലഹവും ശണ്ടയും പ്രശ്നവും ഉണ്ടാകും. സഭയ്ക്കകത്ത് കലക്കം ഉണ്ടാകാനായിട്ട് ആവശ്യമില്ലാത്ത സഭയ്ക്കകത്ത് എഴുതിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞ് തുള്ളുന്നത് ഏത് ആത്മാവാന്നും കൂടെ ചിന്തിക്കണം. വായിച്ചേ, ആ ഭാഗം വായിച്ചേ, നമുക്ക് ചില ഭാഗങ്ങൾ ചിന്തിക്കണം. യേശുവിനെ സ്വീകരിക്കാത്തത് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്നു. ലോക മനുഷ്യൻ പാപിയായതുകൊണ്ടും ആദാമ്യ പാപത്തിൽ ജനിച്ചതുകൊണ്ടും നല്ലവൻ ഒരുത്തനുമില്ല എന്നുള്ളത് പൂർണ്ണമായി വിശ്വസിച്ച് അംഗീകരിക്കുന്ന ഒരുവന് മാത്രമാ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിയത്തുള്ളൂ. അവൻ മാത്രമാണ് പാപം അറിയാത്തവനായിട്ട് ജനിച്ച് ജീവിച്ച് പാപികൾക്ക് വേണ്ടി മരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവൻ പാപം അറിഞ്ഞിട്ടില്ല. അല്ലാതെ ഇരിക്കുന്ന സകലവരും പാപി തന്നെയാണെന്ന് അംഗീകരിക്കുന്നവന് മാത്രമാ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ? വേറെ ആർക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. യേശു ക്രിസ്തു െങ്കിലും അത് വിശ്വാസമായിട്ട് പരിണമിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ചില കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ യേശുവിനെ വായിച്ചേ, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അതായത് ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ശ്രദ്ധിക്കണം, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. പരിശുദ്ധാത്മാവാണോ ഒരുവനിൽ ഇരിക്കുന്നതെന്ന് ഇതിനാൽ അറിയാം. വായിച്ചേ. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെ. അപ്പോൾ സുവിശേഷം പറയുമ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തിയിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നുള്ളൂ. അറിവിനായിട്ട് തിരുവെടുത്ത് പഠിക്കുന്നവരുണ്ട്. ചരിത്രങ്ങളും ജോഗ്രഫി, ഹിസ്റ്ററിയും പൊളിറ്റിക്സും ഈ ബൈബിളിന്റെ വെളിച്ചത്തിൽ 1-ാം നൂറ്റാണ്ടും പല കാലഘട്ടത്തിൽ സെഞ്ചുറീസിലുള്ള പല കാര്യങ്ങൾ പഠിക്കുന്ന അനേകരുണ്ട്. പക്ഷെ അതൊന്നും അല്ല വിശ്വാസത്തിന്റെ മാനദണ്ഡം. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കണം. അല്ലേ? യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. അപ്പോൾ ഇത്തിരി കൂടെ വ്യക്തമായി പറഞ്ഞാൽ
കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വന്നു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവര്. മറ്റു പലതും പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ട് കാൽവരി തകർക്കപ്പെട്ട ക്രിസ്തുവിൽ സകലതും സ്തോത്രം ഫോക്കസ് ചെയ്യാത്ത പ്രസംഗം ആ വ്യക്തിയെ പ്രസംഗിപ്പിക്കുന്ന ആത്മാവ് ദൈവാത്മാവ് അല്ല എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലേ? വായിച്ചേ. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല. അപ്പോൾ ശ്രദ്ധിക്കണം, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇവിടെ ഉണ്ട് എന്നിവിടെ പറയുകയാണ്. അല്ലേ? നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ വായിക്കേണ്ട മറ്റൊരു ഭാഗമുണ്ട്. റോമാലേഖനം വായിക്കുമ്പോൾ റോമാലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. റോമാലേഖനം 2-ന്റെ 7ഉം 8ഉം വാക്യങ്ങൾ വായിച്ചേ. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർ. പൗലോസ് പറയുന്നത് നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും ഇത് മൂന്നും ലഭിക്കുന്ന എങ്ങനെയാ? തേജസ്സും മാനവും അക്ഷയതയും ലഭിക്കുന്ന എപ്പോഴാ കിട്ടുന്നത്? വാടാത്തത്, മലിനപ്പെടാത്തത്, സ്വത്രം സ്വത്രം ആളല്ല, മാടാത്തതും മലിനപ്പെടാത്തതായുള്ള സ്വത്രം നമുക്ക് കിരീടം ആരാ തരുന്നത്? അത് കർത്താവേ തരത്തുള്ളൂ. അപ്പോ ചോദ്യം ഇതാണ്, ഈ ആ ഭാഗം ഒന്നും കൂടെ വായിച്ച ഭാഗം വായിക്കാൻ പറ്റും. വായിച്ചേ. വായിച്ചോ. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് ക്രോധവും അങ്ങനെയല്ലേ കൊടുക്കും. അല്ലേ? നമുക്ക് അവിടെ മുമ്പ് മടങ്ങി വരാം. അതിന്റെ ഇടയ്ക്ക് ആ വാക്യത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും, അല്ലേ? അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമുക്ക് വായിക്കുമ്പോ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആര്? ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പത്രോസിന്റെ ലേഖനത്തിന്റെ അകത്ത് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായിട്ട് കർത്താവ് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് തന്റെ മക്കൾക്ക് നൽകുന്നത്. അതിനാണ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും ജനനം എന്തിനാണ് നൽകിയിരിക്കുന്നത്? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തത് ലഭിക്കേണ്ടതിനായിട്ടാണ് കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റോമാലേഖനത്തിന്റെ അത് ഇവിടെ പറയുന്നു, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, അവൻ ജഡത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവ് എവിടെ നിന്ന് വന്നു, അവൻ സ്വന്തം ഏത് ശരീരത്തോടു കൂടി ഇരിക്കുന്നു, എനിക്ക് ഏത് ശരീരം നൽകുമെന്നുള്ള വിഷയങ്ങളൊക്കെ സ്വന്തം വിഷയമായിരിക്കുന്ന വ്യക്തിയിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ. നിത്യതയെ കണ്ടിട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഭവങ്ങൾ കാണുകയും ദർശിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ദൈവരാജ്യം അവകാശമായി കിട്ടുകയുള്ളൂ.
മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ സ്വാഭാവികമായിട്ട് ഇഷ്ടമുള്ള ബോധിച്ച വഴികളിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവാത്മാവിനാൽ അല്ല നടക്കുന്നത്. അപ്പോൾ തേജസ്സും മാനവും നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അങ്ങനെ റോമാലേഖനം 1 ആ അപ്പോൾ നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ആമേൻ. വെള്ളത്താലും ആത്മാവിനാലും നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് എന്തിനാണ്? നമുക്ക് തേജസ്സും മാനവും അക്ഷയതയും അല്ലേ? തേജസ്സും മാനവും അക്ഷയതയും ആ കണ്ടു. അപ്പോൾ നമ്മളുടെ യേശുവിൽ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവെ, ഈ ശരീരം 60, 70, 80 വയസ്സ് കഴിയുമ്പോഴത്തേനും ഞാൻ ഈ ശരീരം പഴകും, ഈ ശരീരം ബലഹീനമാകും. പക്ഷെ എനിക്ക് ജീവൻ ആവശ്യമാണ്, എനിക്കൊരു ജീവിതം ആവശ്യമാണ്, എനിക്കൊരു ശരീരം ആവശ്യമാണ്. അപ്പോൾ ആ ശരീരം വാടാത്തൊരു ശരീരം വേണം, അഴുകാത്തൊരു ശരീരം വേണം. മാത്രമല്ല തേജസ് വസിക്കുന്ന ഒരു ശരീരമായിരിക്കണം. ആമേൻ. ഉപഭോഗം കൊണ്ട് നശിക്കാത്തൊരു ശരീരം വേണം. അത് മാത്രം പോരാ. പിന്നെ എന്ത് വേണം? അടുത്തത്, എനിക്ക് നിത്യമായി ആ ശരീരത്തിന് വസിക്കാൻ നിത്യമായൊരു വീട് ആവശ്യമാണ്, അല്ലേ? നിത്യമായൊരു വീട് ആവശ്യമാണ്. ആ വീട്ടിൽ ഞാൻ വസിക്കുമ്പോൾ ആമേൻ, അല്ലേ? സ്വതന്ത്രം എന്നും കരുണ ലഭിച്ച ഒരിടത്ത് കിടക്കുന്ന പോലെ ജീവിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല. രാജാക്കന്മാരെ പോലെ വാടാത്ത കിരീടത്തോടു കൂടെ വേണം വാഴാനായിട്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ആമേൻ. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം നൽകാത്ത എല്ലാ വിശ്വാസങ്ങളും നാശത്തിലേക്കാണ് ചെന്നെത്തുന്നത്. തുടർന്ന് വായിച്ചേ കൊരിന്ത്യർ റോമാലേഖനം വായിച്ചേ. അപ്പൊ സത്യം എന്നാ അങ്ങനെയാണെങ്കിൽ? അപ്പൊ സത്യം എന്താ? സ്തോത്രം. എന്താണ് തേജസ്? തേജസ് ഉള്ളത്, വാടാത്തത്, അല്ലേ? സ്തോത്രം. തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കാൻ അതല്ല വിഷയം. അവർക്ക് വിഷയം ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കാം, ഇവിടെ എങ്ങനെ പേരും പ്രസക്തിയോടുകൂടെ ജീവിക്കാം. 10 പേരുടെ മുമ്പിലല്ല തല ഉയർത്തി ഇവിടത്തെ മാന്യത, ഇവിടത്തെ പേര്, ഇവിടത്തെ പ്രസക്തി, ഇതിനു വേണ്ടി ജീവിക്കുന്നവർക്കാണ് എന്ത് സംഭവിക്കുന്നത്? ഈ വചനപ്രകാരം പറഞ്ഞാൽ അവർ സത്യം അന്വേഷിക്കുന്നവരല്ല. ഇത് സഭയുടെ പുറത്ത് കിടക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്, സഭയ്ക്കകത്ത് കിടക്കുന്നവരെ കുറിച്ച്. കാര്യം ലേഖനം ദൈവസഭകൾക്കാണ്. വായിച്ച ഭാഗം വായിച്ചേ. അപ്പൊ എന്തുകൊണ്ടാണ് നീ ക്രിസ്തുവേശു മുഖാന്തരം നമുക്ക് വരുന്ന നിത്യത വിഷയമല്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയാം? ചില പ്രസംഗകർക്ക് നിത്യത ഒരു വിഷയമല്ല പ്രസംഗത്തിന്റെ. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ ശാഠ്യമുണ്ട്. ശാഠ്യമുണ്ട്. വായിച്ചേ. അത് ശ്രദ്ധിക്കണം. സത്യം അനുസരിക്കാതെ അനീതിയിൽ അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിന് കഷ്ടതയും സങ്കടവും ആദ്യം അവന് കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും, അല്ലേ? അപ്പോൾ അടുത്തത്, നന്മ പ്രവർത്തിക്കുന്ന ഏവന് മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ. അപ്പോ മനസ്സിലാക്കണമേ, ഇതിന്റെ അകത്ത് കർത്താവിന്റെ നിത്യതയെ കുറിച്ച് പറയുമ്പോൾ, അക്ഷയതയെ കുറിച്ച് പറയുമ്പോൾ, അത് മുൻനിർത്തിയാണ് ഒരുവൻ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നതെങ്കിൽ ആ വ്യക്തി വാടാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്തുകൊണ്ടാണ്? നിത്യതയെ കുറിച്ചുള്ള ബോധ്യമില്ലാത്തത്, ഹൃദയത്തിൽ ശാഠ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ശാഠ്യ സ്വഭാവം ആ വ്യക്തിയെ എത്തിക്കുമ്പോൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നു എന്ന് ആ വ്യക്തി ഒരിക്കലും സമ്മതിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അതാണ് അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ വായിച്ചേ, തുടർന്ന് വായിച്ച അതിന്റെ നമുക്ക് പത്രോസ് ലേഖനത്തിലേക്ക് വരാം. പത്രോസ് ലേഖനം 1-ാം അധ്യായം അതിന് 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നമ്മൾ വായിച്ച ഭാഗമാണ്.
അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നവൻ മാത്രമാണ് വീണ്ടും ജനനത്തിന്റെ അനുഭവം, വീണ്ടും ജനനം, എന്നെ കർത്താവ് വീണ്ടും ജനിപ്പിച്ചത്, ക്ഷയിക്കാത്ത, മലിനപ്പെടാത്തത്, വാടാത്തതായ അവകാശം എനിക്ക് ദൈവം തരുമെന്നുള്ള വിശ്വാസം വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കാര്യം ഈ ലോകവും ഈ ആയുസ്സും ഇവിടുത്തെ സുഖ സൗകര്യങ്ങളും നശിച്ചു പോകുമെന്നുള്ളത് സ്വതം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മളത് തിരിച്ചറിയുവാനും അത് ഗ്രഹിക്കുവാനും തയ്യാറാണെങ്കിലേ പറ്റത്തുള്ളൂ. ആമേൻ. അപ്പൊ വായിച്ചേ. 1 പത്രോസ് 1:4. 1 പത്രോസ് 1:4. അതുകൊണ്ട് വീണ്ടും നമുക്ക് മടങ്ങി യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരണം. അപ്പൊ ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോയി, ദൈവസഭ ഭൂമിയിലുണ്ട്, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണ്? അത് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്, അല്ലെ, വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു. അപ്പോൾ ദൈവശക്തി ഉള്ളവർക്ക് മാത്രമാണ് നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമുള്ളൂ. ആരെങ്കിലും വചനം പറയുമ്പോൾ ഇരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ദൈവശക്തി അവരുടെ ഹൃദയത്തിലില്ല. അവരുടെ ഹൃദയത്തിൽ ദൈവാത്മാവിന്റെ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അവർ ജഡത്തിൽ സഞ്ചരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, കാഹളം ധരിക്കുമ്പോൾ ആര് പോകുമെന്നറിയാവോ? ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന വിശുദ്ധന്മാർ പോകും. സോദരൻ മനസ്സിലാക്കണം. ഈ പുറമെ ചിലർക്ക് വരുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ? പുറമെ ചിലർ നോക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്, അവൻ നടക്കുന്ന പോലെയല്ലേ ആണ് നോക്കുന്നത്. പക്ഷേ ദൈവശക്തി അകമേ പ്രാപിക്കുന്നതാണ്. അകമേ പ്രാപിക്കുന്ന ദൈവശക്തി പേഴ്സണലായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഉയരത്തിലെ ശക്തി അനുഭവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പുറമേ ഉള്ളതല്ല നോക്കുന്നത്. എന്നാൽ പുറമേ ആ ഫലങ്ങളെല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ പ്രത്യാശയോടെയാണ് ഇരിക്കുന്നത്, നിങ്ങൾക്കറിയാവോ? നിങ്ങൾ പ്രത്യാശയോടെയാണ് ഇരിക്കുന്നത്, എനിക്കറിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അക്ഷയതയും അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം എന്താണ്? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി വീണ്ടും വായിച്ചേ. ആ കർട്ടൻ വലിച്ചിട്ട് കൊടുത്തേ. കർട്ടൻ വലിച്ചിട്ട് കൊടുത്തേ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്തോത്രം ഇവിടെ സ്തോത്രം. അപ്പൊ മനസ്സിലാക്കണം, ഈ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വരുന്ന ആരാണ്? എന്തിനാണ്? കാരണം നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി നാം കഷ്ടം സഹിക്കുന്നുണ്ട്. നാം അനുഭവിക്കുന്ന ഭീഷണികൾ, വേദനകൾ, പ്രയാസങ്ങൾ. ആമേൻ. സ്വന്തം അത് ഇങ്ങോട്ട് വലിച്ചത്. സ്വതം. ആമേൻ. ആ ഭാഗം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിന് നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ദുഃഖം, പ്രയാസങ്ങൾ, പ്രതിസന്ധി ഉണ്ടാകും. ആർക്കുണ്ടാകും? ഈ കൃപയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നവർക്ക്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ആ വായിച്ച റോമാലേഖനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. സ്തോത്രം. അതിന്റെ സ്തോത്രം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. 1:28. റോമർ 1:28. മനുഷ്യരുടെ സകല അപക്തിക്കും 1:28. റോമാലേഖനം 1-ാം അധ്യായം 28-ാം വാക്യം.
ദൈവത്തെ പരിജ്ഞാനത്തിൽ ആ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് ഇല്ലാത്തതിന് തക്കവണ്ണം ആ ദൈവം അവനെ ആ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ ആ നികഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ആ അവർ സകല അനീതിയും ആ ദുഷ്ടതയും ആ അത്യാഗ്രഹവും ആ ദുർബുദ്ധി ആ നിറഞ്ഞവർ അസൂയ ആ ആ പിണക്കം പിണക്കം കപടം ആ അശ്ലീലം എന്നിവ തിങ്ങിയവ അശ്ലീലമല്ല ദുശീലം. എന്നിവ തിങ്ങിയവ ആ ആ ആ കുർക്കക്കാർ ആ. ഏഷണിക്കാർ ആ ഗർഭിഷ്ഠന്മാർ ആ ആ വായിച്ചേ. ആത്മപ്രശംസക്കാർ ആത്മപ്രശംസക്കാർ. ആ സങ്കല്പിക്കുന്ന ആ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ ആ ബുദ്ധിഹീനർ ആ നിയമലംഘികൾ ആ വാത്സല്യമില്ലാത്തവർ ആ കനിവറ്റവർ ആ ഈ വക പ്രവർത്തിക്കുന്നവർ ആ മരണയോഗ്യർ ആ എന്നുള്ള ദൈവന്യായം ആ അവർ അറിഞ്ഞിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പദം ശ്രദ്ധിച്ചോ. നടക്കുന്ന ആർക്കും ഇതറിയാൻ പറ്റുമോ? ഈ ബോധ്യം വരുത്തുന്നത് എവിടെയാ? സഭയ്ക്കകത്തല്ലേ. സഭയ്ക്കകത്തല്ലേ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ സ്വതന്ത്രം തെറ്റാണെന്ന് പഠിപ്പിക്കുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവസഭയ്ക്കകത്തേ ഉള്ളൂ. ദൈവദാസന്മാരിലൂടെ മാത്രമാ ഈ വക കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ സഭയ്ക്കകത്ത് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവരുണ്ടോ? ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവര് സഭയ്ക്കകത്തുണ്ട്, സംഘടനയ്ക്കകത്ത് ഇഷ്ടം പോലെയുണ്ട്. അവരെ പുറമേ അറിയത്തില്ല. അതാണ് യോഹന്നാൻ സുവിശേഷകനാകുന്ന അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, ഇങ്ങനെയുള്ളവർ അനേകർ സഭയ്ക്കകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. ആമേൻ. അവരിൽ ഏത് ആത്മാവിലാ അവർ നടക്കുന്നതെന്നുള്ളത് അറിയണം. ആ ഭാഗം നമുക്ക് ഒന്നും കൂടെ വായിക്കാം. അവിടെ വായിക്കുന്ന എന്താണ്? ആമേൻ. അവിടെ വായിക്കുന്ന ഭാഗം ഒന്ന് വായിച്ചേ. ആ ആ അതായത് ദൈവത്തെ 28 ദൈവത്തെ പരിജ്ഞാനത്തിൽ ആ ഇഷ്ടമില്ലാത്തതിന് ആ ആ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ. അപ്പോ ശ്രദ്ധിച്ചേ. അപ്പോ അതെന്താ സംഭവിക്കുന്നത്? അപ്പോ മുകളിൽ ഉചിതമല്ലാത്തത് കാര്യം എന്നാന്നുള്ള മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. അപ്പോ ഈ താഴോട്ട് വന്നു കഴിയുമ്പോ ഈ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സത്യവും ഗ്രഹിക്കാൻ മനസ്സില്ലാതെ ചിലർ അവിടെ ജീവിക്കുകയാണ്. അവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരും. അപ്പം പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ആർക്കാണ് ഈ ബാധ അടിക്കുന്നതെന്നറിയാമോ? കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് അനുസരിക്കാത്തവർക്കാണ് പ്രതിസന്ധി വരുന്നത്. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനോട് പറയുന്നത്. അല്ല ഇല്ലാതെ വേണം ദൈവം അവരെ ഉചിതമല്ലാതെ ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അപ്പോൾ ഇത് ഏത് ആത്മാവിലാണ് ചെയ്യുന്നത്? ഇത് ഏത് ആത്മാവിലാണ് ആ ജീവിക്കുന്നത്? എല്ലാവിധ കപടവും പ്രവർത്തിച്ചിട്ട് സഭയ്ക്കകത്ത് വരുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടായിരിക്കുന്നത്. എന്ത് തെണ്ടിത്തരവും പറഞ്ഞിട്ട് എന്ത് തോന്നിവാസവും പറഞ്ഞിട്ട് ജീവിക്കുന്ന പാസ്റ്റർമാർ ഒത്തിരിയുണ്ട്. എന്താ കാരണം? അവരിലിരിക്കുന്ന ആത്മാവ് ഏതാന്ന് പരിശോധിക്കുന്ന കാര്യത്തിൽ ഇന്ന് സഭകൾ പരാജയപ്പെട്ട് കിടക്കുകയാണ്. കാര്യം സഭയ്ക്കകത്ത് ഇന്ന് ആളെ കൂട്ടുക എന്നുള്ള ഒരൊറ്റ അംബീഷൻ അല്ലാതെ ഈ വരുന്നത് ദൈവത്തിന്റെ ആടുകളാണോ എന്ന് പോലും ചിന്തിക്കുന്നില്ല. രക്തം നക്കുന്ന കൊടിയ നായ്ക്കൾ പോലും ഇതിൻ്റെ അകത്ത് സുഖമായിട്ട് നടക്കുകയാണ്. ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. എന്താ കാരണം? നരകത്തിലേക്ക് പോകാൻ ഈ ജനത്തെ ഒരുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ 2:1 മുതൽ വായിച്ചേ. ആ അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവരെ ആ നിനക്ക് ഒരുപാട് പറയുവാനില്ല. ആ ആ അന്യനെ വിമർശിക്കുന്നതിൽ ഇരിക്കുന്നതിൽ ആ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ ആ അത് തന്നെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, കുറ്റം വിധിക്കുന്ന അവൻ കുറ്റം ചെയ്യുന്നവനാണ്. മനസ്സിലാകുന്നുണ്ടോ? കുറ്റം പറയുന്ന ഒരുവൻ കുറ്റം മറ്റൊരുവന്റെ തെറ്റ് കാണിക്കുന്ന ഒരുവൻ താൻ ആ അതേ തെറ്റുകൾ ചെയ്യുന്നു എന്നാണ് ഇവിടെ പൗലോസ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ചോ? അതിന്റെ കാര്യം ശ്രദ്ധിക്കണം.
അവിടെ പറയുന്നത് അതേ തെറ്റ് അവിടെ ചെയ്യുകയാണ്. ഏതു മനുഷ്യനായുള്ളവൻ നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. കാരണം എന്താണ്? ആത്മാവ് ഏതാണെന്നുള്ളതാണ് വിഷയം. ഇതുകൊണ്ടാണ് ഇവിടെ ക്രിസ്തു ജഡത്തിൽ വരുന്നതിന്റെ പ്രസക്തി ഇരിക്കുന്നത്. ക്രിസ്തു ജഡത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാനാണ്. അതിൽ ഞാനും ഈ പാപ പ്രകൃതിയിൽ തുടരുമ്പോൾ പാപം ചെയ്യാതെ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് ശത്രുവാകുന്ന പിശാച് ഏത് വിധേനയും ആരെയും വഞ്ചിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴയ സ്വഭാവം വീണ്ടും കയറി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അപകട നിലയിലാണെന്നാണ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ നമുക്ക് ഈ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കാം. നമുക്ക് പറയുമ്പോൾ എന്നാൽ ആഗവ പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നിനയ്ക്കുന്നുവോ? അപ്പൊ ശ്രദ്ധിക്കണം, ഇതാണ് പാപത്തിന്റെ ഒരു പ്രത്യേകത. ഏതാണ്? അവനെല്ലാം ചെയ്തിട്ട് അവന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊടുക്കും, ഞാൻ ഇതിന് പിടിക്കപ്പെടുകയൊന്നുമില്ല, എന്നെ ആരും അറിയൊന്നുമില്ല, ഞാൻ അവസാനം രക്ഷപ്പെട്ടു പോകുന്നു. ഈ ചിന്ത പാപചിന്തയാണ്. മനസ്സിലായോ? ഇത് പാപചിന്തയാണ്. അടുത്ത എന്താണ് വായിക്കുന്നത്? നിനയ്ക്കുന്നുവോ? അടുത്തത് അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നുവെന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവം നിന്നെ ഈ പറയുന്ന ക്വാളിറ്റീസിലേക്ക് നടത്തുമെന്ന് അനുഭവം ഉള്ളത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയ്ക്കകത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉള്ളൂ. അല്ല വഴി കഞ്ചാവ് അടിച്ച് നടക്കുന്നവർ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ലെന്ന്. ദൈവസഭയ്ക്കകത്ത് വന്നിരിക്കുന്ന ഒരുവന് ദൈവം സമയം കൊടുക്കുകയാണ് മാനസാന്തരപ്പെടാൻ. അപ്പോൾ മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണ്? ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നിനയ്ക്കുന്നുവോ? അടുത്തത് എന്താണ് വായിക്കുന്നത്? ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് സ്തോത്രം നടത്തുന്നു എന്ന് അറിയാതെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഈ പീരീഡുകൾ തരുന്നത് എന്തിനാണെന്നറിയാവോ? എന്തിനാ? സമയം. നീ എല്ലാ പോകൃതരം കാണിച്ചിട്ട് പ്രശ്നമില്ലാതെ സുഖമായിട്ടിരുന്ന് നീ തിന്നു കുടിച്ച് മുമ്പോട്ട് പോയിട്ട് സ്വതന്ത്രം മുമ്പോട്ട് വരികയും ഇടയ്ക്ക് പിടി വീഴുകയും ചെയ്യുന്നതിന് കാരണം എന്താണ്? നിനക്ക് സമയം കർത്താവ് തന്നു, നീ ആ സമയത്ത് നീ നന്നായില്ല, അല്ലേ? വായിച്ചേ, ആ ഭാഗം വായിച്ചേടെ. ആ വായിച്ച വാക്കിൽ തന്നെ കൂടെ വായിച്ചേ. പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നിനയ്ക്കുന്നുവോ? അല്ല, ദൈവത്തിന്റെ ദയ. ദൈവത്തിന്റെ ദയ. അപ്പൊ ദൈവത്തിന്റെ ദയ എന്താ? നമ്മൾ പലരും കർത്താവിന്റെ ദയയിലാണ് ഇരിക്കുന്നത്. കർത്താവിന്റെ ദയയിലാണ് ഇരിക്കുന്നത്. അത് ബോധ്യം വരണം കേട്ടോ. ഹല്ലേലൂയ. കർത്താവിന്റെ ദയയിലാണ് ഇരിക്കുന്നത്. നീ എപ്പോഴും പറയുന്നത് എന്നാന്നറിയോ? വെട്ടി മുടിച്ച് നശിപ്പിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് മാത്രമാണ് നീ ചിന്തിക്കുന്നെങ്കിലും ദൈവം ദയയുള്ള ദൈവമാണ്. കർത്താവ് ദയ ചെയ്യുന്ന ദൈവമാണ്. ആ ദയയിൽ നീ നിലനിൽക്കണം. മനസ്സിലായി? എന്നോട് ദയ തോന്നിയല്ലോ, എന്നെ വെട്ടിക്കളയാമായിരുന്നു, കളഞ്ഞില്ല. എന്താ കാരണം? കർത്താവിന്റെ ദയ. കർത്താവിന്റെ അനേകർക്ക് ഇന്നേ വിശ്വാസ ജീവിതത്തിലേക്ക് ഡാഡിയുടെ കേസ് പറഞ്ഞ ഡാഡിക്ക് ദൈവത്തിന്റെ മനസ്സിലെ ദൈവത്തെ കുറിച്ച് അറിയാവോ? ചിലർക്ക് ക്രിസ്തുവിൽ വെളിപ്പെടുന്ന ഹിറ്റ്ലറാണ്, മുസോളിനിയെ ചിലർക്ക് വെളിപ്പെടുന്നത്. ഇങ്ങനെ പോകരുത്, ക്രിസ്തുവിനെ വെളിപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? ഹൃദയത്തില് അനേകർക്ക് ഈ സ്വേച്ഛാധിപതികളൊക്കെ ഹൃദയത്തിൽ കയറുന്നത്. നീ ക്രിസ്തുവിനെ കാണുക. ഇവിടെ എന്താ പറയുന്നത്? കർത്താവിന്റെ ദയ. അവിടെ വായിച്ച വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ ദയ. അപ്പൊ നമുക്ക് നമ്മെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്ന എന്താണ്? ദീർഘനാളായിട്ട് ഒരേ പാപം തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദയ ഇടപെടുമ്പോൾ ഇത് തെറ്റാണെന്ന് നിന്റെ ഹൃദയത്തിന് ബോധ്യം വരുന്നതിന്റെ കാരണം നിന്റെ ഒരു ഗുണമല്ല, ഇത് ദൈവത്തിന്റെ ദയയാണ്. അല്ലേ? ദൈവത്തിന്റെ ദയ നിന്റെ ഹൃദയത്തോടെ ഇടപെടുന്നതുകൊണ്ടാണ് ചില നിന്റെ ജീവിതത്തിൽ വേണ്ടെന്ന് പറഞ്ഞ് അതിനെ മാറ്റിക്കളഞ്ഞത്. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ ദയ നിന്റെ ഹൃദയത്തിൽ ഇടപെട്ടു. മനസ്സിലാകുന്നുണ്ടോ? നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ
എന്ന് അറിയാതെ നീ അവന്റെ ദയ, ആ, ആ, ദീർഘശാന്തി ആ, എന്നിവയുടെ ഐശ്വര്യം ആ. നിരസിക്കുന്നു. അപ്പോ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ ആ പദത്തിന്റെ അകത്ത് നമ്മെ ബാധിക്കുന്ന ഒരു വിഷയം കിടപ്പുണ്ട്. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘ ശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഈ വചനം ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് എന്താണ്? കർത്താവ് എന്നോട് ദയ കാണിക്കുമ്പോൾ കർത്താവ് പലതും എൻ്റെ ജീവിതത്തിൽ പല അനർത്ഥങ്ങളും പരിശോധനകളും തരാതെ അത് മാറ്റി വെക്കുന്നതിന് കാരണം കർത്താവ് ദയ ചെയ്യുകയാണ്. കാരണം എന്താണ്? കർത്താവ് ദയയുള്ള കരുണ ചെയ്യുന്ന ക്ഷമ, കർത്താവിന്റെ ദീർഘക്ഷമ, അതുപോലെ ദീർഘശാന്തി അല്ലെ എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അപ്പോ നമുക്ക് കർത്താവ് നമ്മെ ശിക്ഷിക്കാതിരിക്കുന്നതിന് കാരണം നമ്മുടെ ഗുണമല്ല. നീ ഈസി ആയിട്ട് പാപം ചെയ്തിട്ട് കയറിക്കിടന്ന് സുഖമായിട്ട് ഉറങ്ങി തിന്നുപിടിച്ച് രാവിലെ എഴുന്നിട്ട് പോകുമ്പോൾ ഇന്നലെ ചെയ്ത പാപം പോലും ചിന്തിക്കില്ല. അപ്പോഴും നിനക്കട്ട അടിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണേ, ഇത് നിന്റെ ഗുണമല്ല. ഇത് നീ ദൈവത്തെ നീ കാണണം. എന്താ? നിന്നെ തല്ലാതെ ദൈവം വിട്ടത് കണ്ടോ? ദൈവത്തിന്റെ ദയയാണ്. മനസ്സിലാവുന്നുണ്ട്? ഇവിടെയാണ് ചിലർ തെറ്റിപ്പോകുന്നത്. ഇവിടെ വരുമ്പോ ചിലരങ്ങ് പൊളയ്ക്കാൻ തുടങ്ങും. ഇവിടെ വരുമ്പോ ചിലർ അഹങ്കരിക്കാൻ തുടങ്ങും. ചിലര് വല്ലാതെ നിഗളിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ദൈവത്തിന്റെ കരവിറങ്ങി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നീ ചിലത് ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് കാരണം ദൈവത്തിന്റെ ദയയാണ്. കർത്താവിന്റെ ദയ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ദൈവത്തിന്റെ ദയ, ക്ഷമ, കരുണ, ദീർഘശാന്തി ഇതിന്റെയൊക്കെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ വേറെ ആർക്കും ഇത് മനസ്സിലാകത്തില്ല. വായിച്ചേ ഭാവം വായിച്ചേ. എന്നാൽ നിന്റെ കാഠിന്യത്താലും ഒന്നും കൂടെ വായിച്ചേ. നിന്റെ കാഠിന്യോ? എന്നാ കാഠിന്യം? നിന്റെ കാഠിന്യത്താലും എത്രാം വായിച്ചേ? എത്രാമത്തെ വാക്യം? 5. എന്നാൽ നിന്റെ കാഠിന്യത്താലും ഓക്കെ അനുതാപത്തിന്റെ ഹൃദയം അവിടെ കിടപ്പുണ്ട്. നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത. അപ്പൊ മനസ്സിലാക്കണം, ഇവിടെ ദൈവം എന്താ പ്രതീക്ഷിക്കുന്നത്? നീ പാപം ചെയ്തിട്ട് ഈസി ആയിട്ട് നടന്നപ്പോ നീ മനം തിരിയേണ്ടതിന് പകരം നീ വീണ്ടും എന്തൊക്കെ ചെയ്തോണ്ടിരിക്കും? നിന്റെ മനസ്സ് ഇത് പുറത്തല്ല കേട്ടോ, ഇത് അകത്താ. പുറത്ത് നീ ക്ലീനാ, അകത്താണ് പ്രശ്നം. പുറത്ത് നീ ക്ലീനാ, അകത്താണ് പ്രശ്നം. അകത്തെന്താ പ്രശ്നം? അവിടെ വായിക്കുന്ന എന്താണ്? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത നിന്റെ. അപ്പോ അനുതാപമില്ലാത്ത ഹൃദയം കർത്താവ് ദയ ചെയ്ത് നീ പാപം ചെയ്തിട്ട് നിന്നെ തകർത്ത് കളയാതെ കർത്താവ് വെച്ചത് കർത്താവ് ദയ തോന്നുകയാണ്. എന്നിട്ട് ദൈവം നോക്കുന്ന നിന്റെ മനസ്സിന്, ഹൃദയത്തിന് മാറ്റമുണ്ടോ? നിനക്കൊരു മാറ്റവും ഇല്ല. അങ്ങനെയുള്ളവർ വളരെ സൂക്ഷിക്കണം കേട്ടോ, വളരെ സൂക്ഷിക്കണം. നമ്മൾ മനസ്സിലാക്കുന്ന കർത്താവ് ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് പോകുന്നല്ല. ദൈവ സമയം തന്നു നിനക്ക്, നീ മാറിയില്ല. നിനക്ക് അവസരം തന്നു, നീ മനം തിരിഞ്ഞില്ല. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നേ. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നിനക്ക് തന്നെ കോപം അപ്പൊ എന്താ ഇവിടെ ചെയ്യുന്നത്? ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇതാണ് പ്രശ്നം കേട്ടോ. ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്ന ദിവസം നിനക്ക് കോപം ചരതിച്ചു വെച്ചേക്കുവാണെന്ന് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കോപനാൾ ഏതാ? ഏതാ? ന്യായവിധിയുണ്ട്. ന്യായവിധി ഇല്ലാതെ വരത്തില്ല. നീ ഇങ്ങനെ ജീവിക്കുന്ന അനുതാപമില്ലാത്ത ഹൃദയത്താലും കഠിന ഹൃദയത്താലും മുമ്പോട്ട് പോകുന്ന വ്യക്തി ദൈവത്തിന്റെ കോപ ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ, കോപ ദിവസം റാത്ത് ഓഫ് ഗോഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുള്ളത് മഹോദരമാണ്. അപ്പൊ നീ കൈവിടപ്പെട്ടു പോകുന്നു. സമയം തന്നിട്ട് മാനസാന്തരപ്പെടാത്ത നീ സുഖമില്ല, കുഴപ്പമില്ല, നാളെയാട്ടെന്ന് ലോട്ടറിക്കാരൻ പോകുന്നതല്ല, നാളെയാണെന്ന് പറഞ്ഞു പോയി. നീ ചെന്നെത്താൻ പോകുന്നു മഹോദരത്തിലേക്കാണ്. ഒന്ന് ഓർത്ത, ഈ വാക്യം അങ്ങനെയല്ലേ പറയുന്നത്? ചെല്ലുന്നങ്ങോട്ട് അങ്ങോട്ട് ചെന്ന് എത്തുകയാണ്. അപ്പോ മനസ്സിലാക്കണം, നാം ദൈവത്തിന്റെ വഴികളെ അറിഞ്ഞിട്ട് നമ്മൾ മനം തിരിയാതിരുന്നു കഴിഞ്ഞാൽ നമ്മെ അത് എത്തിക്കാൻ പോകുന്നത് ന്യായവിധിയിലേക്കാണ്. വായിച്ച ഭാഗം. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക്
നിനക്ക് തന്നെ കോപം ആ ചരതിച്ചു വെക്കുന്നു. ആ അവൻ ഓരോരുത്തൻ അവനവന്റെ ആ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. കണ്ടോ, കർത്താവിന്റെ രീതി ശ്രദ്ധിച്ചോ? കർത്താവ് വിട്ടുകളയുന്നല്ല പറഞ്ഞിരിക്കുന്നത്, തക്ക പകരം ചെയ്യും. അപ്പോ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പറഞ്ഞതും പ്രവർത്തിച്ചതൊക്കെയാണോ തിരിച്ചടിച്ചോണ്ടിരിക്കുന്നത്? നമ്മൾ അനുഭവിക്കാനിരുന്നത് ചെയ്തതിന് നമ്മൾ റിഫ്ലക്ഷൻ ആണോ വരുന്നത്? അപ്പോൾ മനസ്സിലാക്കണം, ഇത് എന്തിനാ ഇതൊക്കെ സംഭവിക്കുന്നേ? നീ മനം തിരിഞ്ഞില്ല, നിന്റെ ഹൃദയം കഠിനപ്പെട്ടു പോയി. മനസ്സിലാവുന്നുണ്ടോ? എന്ത് സംഭവിച്ചു? ഹൃദയം കഠിനപ്പെട്ടു പോയി, മനസ്സ് തഴമ്പിച്ചു പോയി. ഇങ്ങനെയുള്ളവർ ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ വലിയ വിപത്തുകൾ നേരിടേണ്ടതായിട്ട് വരും ജീവിതത്തിൽ. കാര്യം ഒരു മനം തിരി വായിച്ചേ, നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരതകളുണ്ട്. ഏതാ വായിക്കുന്നേ? തോന്നണം. യോഹന്നാൻ എന്ന് പറഞ്ഞു കേട്ടോ, 4-ാം അധ്യായം 2 മുതൽ വായിച്ചേ. 4:2 മുതൽ. ആ ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, ആ യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് ആ സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ആ ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും. അപ്പോ ഇത് മനസ്സിലാക്കണം, ഇത് സഭയ്ക്കകത്ത് പറയുമ്പോൾ ഇത് ആരാ? റോട്ടിൽ കൂടെ പോകുന്നവരല്ല, നമ്മൾ ഇരിക്കുന്ന കസേരയുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ് ഇതിന്റെ വെളിച്ചത്തിൽ നോക്കണം. അവർക്ക് എന്ത് സംഭവിച്ചു? അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി, മനം തഴമ്പിച്ചു പോയി. മനസ്സിലാവുന്നുണ്ടോ? അവര് ക്രിസ്തുവിനെ ജഡത്തിൽ വന്നു എന്ന് സ്വീകരിച്ചാൽ അവർക്ക് മാംസളമായൊരു ഹൃദയത്തിലേക്ക് ഒരു തിരിവായിരുന്നു, അനുതാപം വരുമായിരുന്നു. ഈ അനുതാപം വരാത്തവരൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സന്ദർശനം വരുമ്പോൾ അവർ ഭൂമിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോകും, നാശത്തിലേക്ക് പോകും. ഇത് യോഹന്നാൻ മനസ്സിലാക്കിയിട്ട് ശുദ്ധീകരണം വരാതെ ദൈവാത്മാവിന്റെ ഇടപെടൽ അനുഭവിക്കാതെ കുറെ പേര് സഭയ്ക്കകത്തിരിക്കുന്നുണ്ട്, വിശ്വാസിയാണെന്നും പറഞ്ഞ. അതാണ് ഭയങ്കര ഭീകരം. ഒരുപക്ഷെ അവന്റെ അപ്പനും അമ്മയും അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും, സഹോദരങ്ങളെല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും. അവരെ നോക്കിയിട്ടാണ് ഇവൻ ജീവിക്കുന്നത്. ഇവ തിരുവെഴുത്തുമായിട്ടല്ല ഒത്തു നോക്കുന്നത്, കൂടെ പായലിരിക്കുന്നവനായിട്ട് ഒത്തു നോക്കുന്നത്. അതാണ് ഇതിന്റെ പെന്തക്കോസിൽ ഏറ്റവും വലിയൊരു അപജയം എന്ന് പറയുന്നത്. വായിച്ച ഭാഗം. ആ യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. ആ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറയുന്നത് അനുതാപത്തിനോ മാനസാന്തരത്തിനോ ദൈവത്തിന്റെ ദയയ്ക്കോ കരുണയ്ക്കോ വേണ്ടി ഒന്നും നിൽക്കുന്ന ആത്മാവല്ല അത്. അവര് ഹൃദയകഠിനതയോടുകൂടെ മുമ്പോട്ട് സുഗമമായിട്ട് ഒന്നും കുറവില്ലാതെ ലോകത്തിൽ പുളച്ച് മതിച്ച് കർത്താവിന്റെ നാമത്തിൽ നടക്കുന്നവരാണ് അവര്, അല്ലേ? വായിച്ചേ. ആ അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ടെന്ന്. അപ്പോ 1-ാം നൂറ്റാണ്ട് മുതൽ സ്വന്തം ഈ ആത്മാവ്, പരിശുദ്ധാത്മാവല്ലാതെ വേറൊരു ആത്മാവ് ഈ സ്വന്തം സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ കണ്ടു. ആമേൻ. ദൈവാത്മാവിനാൽ അല്ലാതെ വേറൊരു കാറ്റഗറി സഭയ്ക്കകത്ത് ഇരിക്കുന്നുണ്ട്. അവരെന്ത് തിന്മയും പ്രവർത്തിച്ച് സുഖമായിട്ട് നടക്കുകയാണ്, അവർക്ക് ഒന്നിനൊരു കുഴപ്പമില്ല. പക്ഷേ ദൈവാത്മാവിന്റെ ആലോചന അനുസരിച്ച് ജീവിക്കുമ്പോൾ, ഫലങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, ദൈവാത്മാ അവരെ അങ്ങനെ നടത്തുമ്പോൾ ഈ മറ്റുള്ളവരുണ്ടല്ലോ, ഈ കൃപയിൽ വരാത്തവർ, ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ദൈവകൃപയിൽ ഇരിക്കുന്നവരെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അവർ കണ്ണിൽ മുള്ളായിട്ട് തന്നെയായിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം അവരിലിരിക്കുന്ന ആത്മാവ് വേറെ ആയതുകൊണ്ട് ഒരിക്കലും സമാധാനം ഇവർ കൊടുക്കത്തില്ല അവർക്ക്. നിനക്ക് സമാധാനമില്ലാതിരിക്കുന്നതിന്റെ കാരണം വേറെ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ദൈവാത്മാവിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഇങ്ങനെയുള്ളവർ ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും പല വിധത്തിൽ. തുടർന്ന് വായിച്ചേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചു. അപ്പൊ അവര് പരാജയപ്പെട്ടവരാണെങ്കിൽ ദൈവസഭ ജയിച്ചത് ജഡത്തെ, ലോകത്തെ, ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് എന്താണ്? ആമേൻ. സ്തോത്രം, സ്തോത്രം.
നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ആ ഓക്കെ. ആ അവരെ ജയിച്ചുമിരിക്കുന്നു. ആ നിങ്ങളിലുള്ളവൻ ആ ലോകത്തിലുള്ളവനേക്കാൾ ആ വലിയവനല്ലോ. ആ സ്വോത്രം. ആ അവർ ലൗകികന്മാരായാൽ ആ ലൗകികമായത് സംസാരിക്കുന്നു. ആ ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ നമുക്ക് അതിന്റെ കൂടെ വായിക്കും യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 9 മുതൽ വായിച്ചേ. ഉം. 2:9. 2 1 യോഹന്നാൻ 2:9. 1 യോഹന്നാൻ 2:9. നമ്മൾ യോഹന്നാന്റെ ലേഖനം വെച്ചോണ്ടിരുന്നേ. ഒന്ന് യോഹന്നാൻ 2:9 വായിച്ചേ. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പായ്ക്കും ചെയ്യുന്നവൻ ആ ലോകം ഇരുട്ടിലിരിക്കുന്നു. ആ ഓക്കെ. ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. ആ സഹോദരനെ സ്നേഹിക്കുന്നവൻ ആ വെളിച്ചത്തിൽ വസിക്കുന്നു. ആ ഇടർച്ചയ്ക്ക് അവന് കാരണം. അപ്പൊ ഈ പകയ്ക്കാൻ കാരണം എന്താ? സ്നേഹിക്കാൻ കാരണം എന്താ? അപ്പൊ പകയ്ക്കാൻ കാരണം എന്താ? അടുത്തതാണ് പറഞ്ഞത്. നിങ്ങൾ അവരിലുള്ളവരെ നീ ജയിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ പറയുമ്പോ ഈ പരാജയപ്പെട്ട ഇവരെ എവിടെയാ പരാജയപ്പെട്ടതെന്ന് അടുത്ത വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. വായിച്ചേ. ആ സഹോദരനെ പകയ്ക്കുന്നവനോ ആ ഇരുട്ടിലിരിക്കുന്നു. ആ ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ആ ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുകയാൽ ആ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. ആ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം ആ. പാപങ്ങൾ മോചിച്ചിരിക്കുകയാൽ എന്താണ് ഇവിടെ പറയുന്നത്? അവന്റെ നാമനിമിത്തം. പാപങ്ങൾ മോചിച്ചു. ആ ഈ ബോധ്യം കൃപയിലിരിക്കുന്നവർക്കേ ഉള്ളൂ. ഞാൻ പാപം മോചിക്കപ്പെട്ട വ്യക്തിയാണ്. യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്നു. മറ്റേ കാറ്റഗറിപ്പെട്ടവർ ഇതിൽ ആശ്രയിക്കുന്നില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമില്ല, തിരിച്ചറിവില്ല, ഗ്രാഹ്യമില്ല. പക്ഷെ അവർ പെന്തക്കോസിന്റെ അകത്തുണ്ട്, സ്നാനപ്പെട്ടവരാ, കർത്തൃമേശ എടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അന്യായ ഭാഷയും പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ കാര്യം അറിയത്തില്ല. ഞാൻ എന്നെ കർത്താവ് വിലയ്ക്ക് മേടിച്ചതാണ് വിശ്വാസമായിട്ട് വരുന്നില്ല. അത് ചോദിച്ചാൽ കാര്യങ്ങൾ ചോദിച്ചാൽ ഇവര് പെട്ടെന്ന് ദേഷ്യപ്പെടും, ചൂടാവും. എന്നാ കാരണം? അവർക്ക് ബോധ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ ചൂടാകില്ല. പിന്നെ എന്നാ ചെയ്യും? ബോധ്യമായവർക്കോ വായിച്ചേ, ഭാഗം വായിച്ചേ. ആ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ മനസ്സിലാക്കണം. സ്തോത്രം. അവിടെ വായിക്കുന്ന മറക്കണ്ട, അവിടെ തന്നെ 2-ാം അധ്യായം തന്നെ വെച്ചു. ഇവിടെ 4-ാം അധ്യായത്തിൻ്റെ ഞാൻ വായിക്കട്ടെ. അതിൻ്റെ അകത്ത് 4:4 കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു എന്ന് ഇവിടെ പിന്നീട് പറയുന്നത് കാരണം എന്നാ? അവരിപ്പോ തോറ്റു കിടക്കുന്ന ഏതിലാന്ന് നമ്മളിപ്പോ കണ്ടത്. കാര്യം, കർത്താവിന്റെ നാമനിമിത്തം നിങ്ങൾ പാപങ്ങളെ മോഹിച്ചിരിക്കുന്നു. ഇത് ജയിച്ചവർക്കേ അറിയത്തുള്ളൂ, തോറ്റവർക്ക് അറിയത്തില്ല. തോറ്റവര് സഭയിലുണ്ട്, അവര് സ്നാനപ്പെട്ടത് കർത്തൃമേശ എടുക്കുന്നുണ്ട്, പാസ്റ്ററുമായിരിക്കും. പക്ഷേ അവര് തോറ്റവരാണ്. ആ ലിസ്റ്റിൽ നിങ്ങളുണ്ടോ എന്ന് നിങ്ങൾ സൂക്ഷിച്ചോണം കേട്ടോ. ആ ലിസ്റ്റിൽ നിങ്ങളുണ്ടോ എന്ന് നോക്കിയോണം. ഇത് നിസ്സാര കാര്യമല്ല. കർത്താവിന്റെ കാഹളം ധ്വനിക്കാൻ സമയമായി. സ്വതന്ത്രം നെല്ലും പതിരും വേർതിരിയുന്ന സമയമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഇവിടെ പറയുന്നത്? ആ ഭാഗം എന്താണ് പറയുന്നത്? ഒന്ന് വായിച്ചേ. വായിച്ചേ. അവന്റെ നാമനിമിത്തം പാപങ്ങൾ അപ്പോൾ കർത്താവിന്റെ നാമനിമിത്തം പാപം മോചിക്കപ്പെട്ടു. ഇതാണ് രക്ഷിക്കപ്പെട്ടവന്റെ ബോധ്യം എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു കാറ്റഗറി സഭയ്ക്കകത്തുണ്ട്. അവർക്ക് യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം പാപം ബോധിച്ചു എന്നുള്ള ഒരു കാര്യമില്ല. അവർക്ക് എങ്ങനെ കാശ് എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നല്ല ഉടുപ്പ് മേടിക്കാം, എങ്ങനെ നല്ല വണ്ടി മേടിക്കാം, എങ്ങനെ വിദേശയാത്ര ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മുടെ കാര്യങ്ങളിൽ ഓടാൻ പറ്റും, പ്രശ്നം അല്ലലില്ലാതെ എല്ലാ കാര്യത്തിനും മേമ്പൊടിയായിട്ടൊരു പ്രാർത്ഥന, ഒരു വർഷിപ്പൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകണം. കാറ്റഗറിപ്പെട്ടവർ ബോധ്യമില്ലാത്തവരാണ്. അങ്ങനെയുള്ള സഭയ്ക്കകത്ത് പോകരുത്. നരകം ഉണ്ടാക്കും, നരകം. പാപങ്ങളെ ഇതാക്കൻ അവിടെ വായിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ അവന്റെ നാമനിമിത്തം പാപങ്ങളെ മോചിച്ചിരിക്കാൻ
ഞാൻ നിങ്ങൾക്ക്. അപ്പൊ ഇത് ആർക്കാ എഴുതുന്നത്? ബോധ്യം വന്നവർക്കായി ഈ ലേഖനം എഴുതുന്നത്. ബോധ്യം ഇല്ലാത്തവരുടെ കയ്യിൽ ലേഖനം കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് തിരുവെഴുത്ത് കൈ കിട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ ഇന്നും കാര്യങ്ങളെന്നും വ്യാഖ്യാനിച്ചോണ്ടിരിക്കും. ഒരിക്കലും ഇവര് സ്വന്തം കാലെ എഴുന്നേറ്റ് നിൽക്കത്തക്ക നിലവാരത്തിൽ ആകാത്തിന് കാരണം എന്നാ? ബോധ്യമില്ല, രക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ്. രക്ഷിക്കപ്പെടാത്ത ഒത്തിരി പേര് സഭയ്ക്കകത്തിരിപ്പുണ്ട്. അവരേതാണ്ട് മക്കളുടെ ഭാവി രക്ഷപ്പെടും, വിദേശയാത്ര കിട്ടും, എല്ലാ രീതിയിലും അവസ്ഥകൾ മാറും. ഇതിനു വേണ്ടി സ്നാനപ്പെട്ട സ്നാനം അതല്ലെന്ന്. നിന്റെ പാപ മനുഷ്യനെ അടക്കം ചെയ്യുന്നതാണ് സ്നാനം. ആ ബോധ്യമുള്ളവർക്ക് കർത്താവ് അത് വെളിപ്പെടുത്തും. അല്ലാത്തവരെന്നും അങ്ങനെ ഇരുന്നങ്ങ് തീരുമെന്ന് മനസ്സിലാക്കണം. ഏറ്റവും ഭീകരം എന്നാണെന്നറിയാം, നിന്റെയൊക്കെ മരണ സമയമായിരിക്കും ഇങ്ങനെയുള്ളവരുടെയൊക്കെ കാര്യം. എന്ന് പറയാം, മരിക്കാൻ നേരത്ത് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ പേടി. എന്താ പേടി? എന്തിനാ ഭയപ്പെടുന്നത്? വചനം വരെ തികഞ്ഞ ഭയം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. പേടിക്കത്തില്ല. പിന്നെ നീ എന്തിനാ പേടിക്കുന്ന? സ്നേഹമില്ല, തികഞ്ഞ സ്നേഹമില്ലെന്ന്. ഹൃദയത്തിൽ മറ്റു പലതും നിറച്ചുകൊണ്ട് നിന്റെ ആയുസ് മുഴുവൻ നീ ഓടി. അവസാന സമയമാകുമ്പോൾ നിനക്കിത് ഇറക്കി വെക്കാനും അറിയത്തില്ല. പണ്ട് പറയുന്ന പോലെ മതിരിച്ചിട്ട് തുപ്പാനും വില, കഴിച്ചിട്ട് ഇറക്കാനും വില. ഇങ്ങനെ പോയി തീരുന്ന ഒത്തിരി പേരുണ്ട്. എന്താ അവർ ചെയ്യുന്ന കാര്യം? അവരുടെ ജീവിതത്തിലെ പരാജയം എവിടാന്നറിയാവോ? അവർ സത്യത്തിന് വേണ്ടി നിന്നില്ല, വ്യാജത്തിന് വേണ്ടി നിന്ന്. ഒരു കാര്യം പറയണം, മനുഷ്യർക്ക് രക്ഷിക്കാൻ കഴിയത്തില്ല. എന്നെ നിങ്ങൾക്ക് തല്ല, ഉപദ്രവിക്കാം, പ്രസംഗിക്കുന്നവനെ ഇട്ട് നേരത്തെ ചാട്ടക്കടിക്കാം, പാട്ടി. വായിച്ചേ. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ശ്രദ്ധിക്കണേ, ഇതിന്റെ അകത്ത് കുഞ്ഞുങ്ങളെ, പിതാക്കന്മാരെ, ബാല്യക്കാരെ എന്നൊക്കെ വിളിക്കുമ്പോൾ ആ നിലവാരങ്ങളും ആ അവസ്ഥകൾക്കൊക്കെ പ്രാപ്തിയുള്ളവരവിടെ നിപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ചിലർക്ക് അറിയത്തില്ല. ഇത്രയും വർഷം സ്നാനപ്പെട്ടു, എന്തിനാ സ്നാനപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിലെ കുറെ വാക്യം നിരത്തി എഴുതി വെക്കും. അല്ലെന്ന് പിന്നെ നിന്റെ വ്യക്തിപരമായിട്ട് അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ പറയും, എന്റെ ജീവിതത്തിൽ എല്ലാം മാറാൻ വേണ്ടി ചെയ്തിരിക്കും. അത് എവിടെ നിന്ന് കിട്ടിയത്? എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നറിയാവോ? ഇത് പറയുന്നത് അവർക്ക് ബോധ്യം വന്നിട്ടില്ല. നിങ്ങൾ അപകട നിലയിൽ നിൽക്കരുത്. കാര്യം കർത്താവിന്റെ വരവിങ്കൽ ഒരുക്കപ്പെട്ടവരെ പോകത്തുള്ളൂ. ഈ പറയുന്ന വചനങ്ങളൊന്നും വെച്ച് ഒരു വ്യക്തിയെ പോലും പരിശോധിക്കാൻ ഇന്ന് സഭകൾ തയ്യാറല്ല, പാസ്റ്റർമാർ തയ്യാറല്ല. അവര് പറയുന്നത് മനങ്ങാതെ ഇരുന്നോ, പോകണ്ടവും പോകും, ഇത്രയും നാൾ നിന്റെയൊക്കെ കാശും കൊടുത്ത് ഞാൻ സുഖമായിട്ട് ജീവിച്ച് ഞാൻ അങ്ങ് പോകും, നീയൊക്കെ ഇവിടെ കിടക്കുന്നു. ഈ ഊടായിപ്പാണ് ഇന്ന് അനേക പാസ്റ്റർമാരുടെ ഹൃദയത്തിലുള്ള. അതിന്റെ അഹങ്കാരമുണ്ട്. സത്യം ഇന്ന് അനേക പാസ്റ്റർമാർ പറയുന്നില്ല. വായിച്ചേ, തുറന്ന് വായിച്ചേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാക്കന്മാരെ ആദ്യം മുതൽ നിങ്ങൾ. അപ്പൊ മനസ്സിലാക്കണം, ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവ് എന്നെ തെരഞ്ഞെടുത്തു. പുത്രനാകുന്ന ക്രിസ്തു മുഖാന്തരം എന്നെ പിതാവിന്റെ സന്നിധിയിൽ തെരഞ്ഞെടുത്ത ആ തെരഞ്ഞെടുപ്പ് എന്നിൽ വന്നത് പരിശുദ്ധാത്മാവിന്റെ മുദ്രയാലാണ്. പരിശുദ്ധാത്മാവ് ഉള്ളതിന്റെ തെളിവ് എന്താണ്? എന്നെ തെരഞ്ഞെടുത്തത് ഇന്നോ ഇന്നലെയോ അല്ല. പിന്നെ എന്നാ? സ്നാനപ്പെട്ട 2010 പിന്നെ എന്നാ? ലോകസ്ഥാപനത്തിന് മുമ്പെയാണ് എന്നെ തെരഞ്ഞെടുത്തത്. അപ്പോൾ ആ ബോധ്യം പരിശുദ്ധാത്മാവ് ഹൃദയങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവര് മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ. വായിച്ചേ അടുത്തത്. പിതാക്കന്മാരെ ആദ്യമുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ. അടുത്തത് ബാല്യക്കാരെ നിങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കണം, ദുഷ്ടൻ, പിശാച്. അപ്പോൾ ആദ്യം പാപത്തെ ജയിച്ചു, രണ്ടാമത് ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുക്കുന്നു. സ്വന്തം പിതാക്കന്മാരെ ആദ്യമുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അടുത്തത് എന്താണ്? ദുഷ്ടനാകുന്ന പിശാച് നിങ്ങൾക്കെതിരായിട്ടുണ്ട്. അവൻ എന്താ ചെയ്യുന്നത്? അവനെ കർത്താവായ യേശു ക്രിസ്തു ന്യായം വിധിച്ചിരിക്കുകയാണ്. ആ ന്യായവിധി വെളിപ്പെടുന്നതിന് മുമ്പേ ദൈവസഭയെ സ്വർഗത്തിലേക്ക് കർത്താവ് എടുക്കും. അതുകൊണ്ട് ഈ ലോകവും ദുഷ്ടന്റെ അധീനതയുള്ള ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കരുത്. ഉയരത്തിലെ നിത്യമായ വാസത്തിനു വേണ്ടി, നിത്യമായ നിന്റെ അവകാശത്തിനു വേണ്ടി ഒരുങ്ങണം എന്നുള്ളത് അത് തിരിച്ചറിഞ്ഞവരാണ് ആര്? കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ അടുത്തത് പിതാക്കന്മാരെ, അടുത്തത് ബാല്യക്കാരെ എന്ന് വിളിച്ചു. 3 കാര്യങ്ങളിൽ ജയിച്ചു. എന്നെ കർത്താവ് തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ എന്നെ പിതാവായ ദൈവം തെരഞ്ഞെടുത്തു. ഈ ലോകവും സകല മഹത്വവും ദുഷ്ടന്റെ അധീനതയിലിരിക്കുന്നു. ആ ദുഷ്ടനാകുന്ന പിശാച് സകല മനുഷ്യരുടെയും കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. ആ പിശാചിനെ ക്രിസ്തു ന്യായം വിധിച്ചിട്ടാണ് പോയേക്കുന്നത്. ഈ ബോധ്യം പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അത് കേട്ടോണ്ടിരിക്കുമ്പോൾ അനേകർക്ക് അത് ബോധ്യമില്ലാതെ അവർ ജീവിക്കുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? അവരുടെ ജീവിതത്തിൽ ഈ ബോധ്യം വന്നിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഒരു ദിവസം കാഹളം ധ്വനിക്കും.
നിങ്ങൾ ഇവിടെ ഇരുന്നാലും ഇരുന്നില്ല, ഒരു ദിവസം കാഹളം തൊലിക്കും. ഒരുങ്ങിയിരിക്കുന്നവർ കർത്താവിന്റെ നാട്ടിൽ പോകും. ഈ പോകുന്നവരുണ്ടല്ലോ, അസത്വം അപ്പനുണ്ടോ അമ്മയുണ്ടോ അനിയനുണ്ടോ ചേട്ടനുണ്ടോ അയലോക്കംകാരുണ്ടോ കുടുംബക്കാരനുണ്ടോ എന്നൊന്നും നോക്കുന്നവനല്ല. കാരണം എന്നാ, അവര് തൻ്റെ ശരീരത്തെയും സ്നേഹിക്കാതെ കർത്താവിനായിട്ട് കാത്തിരുന്നവരാണ്. നിങ്ങളോട് കാര്യം പറയാം, ദൈവാത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ഒരിക്കലും അക്കരനാട് നിങ്ങൾ കാണില്ല. ഒരിക്കലും അക്കരനാട് കാണത്തില്ല. പരിശുദ്ധാത്മാവിന്റെ അഹിതം അനുസരിച്ച് ജീവിക്കാത്തൊരു വ്യക്തി ഒരിക്കലും അക്കരനാട് കാണുകയില്ല. കാരണം എന്താണെന്ന് ഒരു വാക്യം ഞാൻ പറയാം. ആമേൻ. നമുക്ക് വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. സോ എബ്രായ ലേഖനം ആമേൻ. അതിന്റെ 12-ാം അധ്യായമാണ്. എനിക്ക് 12 എടുത്തേ. അതിന്റെ 11-ാം അധ്യായം 11-ാം അധ്യായം അതിന്റെ 8ഉം 9ഉം മുതൽ ഇങ്ങോട്ട് താഴോട്ട് വായിച്ചേ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അബ്രഹാമിന്റെ വിളി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ദൈവം അവനെ ഉയർത്തിയതും മാനിച്ചതും അനുഗ്രഹിച്ചതൊക്കെ അവിടെ പിന്നെ കൽദേയുടെ പട്ടണമായ ഊരിലാണോ? ആണോ? അല്ല. പിന്നെ എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ ഒരു പ്രോജക്റ്റ് അബ്രഹാമിന് വെച്ചു. അത് പാസ്സാകണം. ഇതെങ്ങനെ നടത്തപ്പെടുന്ന അബ്രഹാം സ്വത്രം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പുറപ്പെടുവാൻ പറഞ്ഞു. അബ്രഹാം പുറപ്പെട്ടു എന്നല്ലേ കണ്ടേക്കുന്നത്? അവൻ പുറപ്പെട്ടു. അപ്പോൾ അതിൽ പാസ്സായി കഴിയുമ്പോഴാണെന്ന് ഓർക്കണം ദൈവ രാജ്യത്തിലേക്ക്. ആ ഭാഗം വായിച്ചോ, നന്നായിട്ട് വന്നേ, വായിച്ചു വരാം. വായിച്ചോ. വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് ഇന്ന് നമ്മുടെയൊക്കെ പ്രാർത്ഥന, ഇന്ന് എനിക്ക് അറിയണം 2-1. നിന്നോട് ദൈവം പറഞ്ഞ കാര്യത്തിന്റെ കാര്യം നീ എപ്പോഴെനിക്ക് രാത്രിയിൽ ഈ നിമിഷത്തെ എനിക്ക് അറിയുന്നു. അബ്രഹാം നമ്മളെ പോലെ ആയിരുന്നു? അല്ല. ഒരു അക്ഷരം ചോദിച്ചില്ല. ചോദിച്ചോ? എവിടേക്ക് പോകുന്നു, ഈ പോക്ക് എങ്ങോട്ടാണെന്നുള്ളൊരു ചോദ്യം ദൈവസന്നിധിയിലില്ലായിരുന്നു. നമ്മൾ എന്തൊക്കെ ചോദിക്കും? നമ്മുടെ പ്രാർത്ഥന എങ്ങോട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെങ്കിൽ കഥാപ്രസംഗം കേൾക്കുന്ന പോലെ ചിലതൊക്കെ. എന്നാ കാര്യം? നമ്മളിങ്ങനെ പറഞ്ഞ് നീതീകരിക്കാൻ നോക്കുക. പക്ഷെ അബ്രഹാം അങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നും നടത്തിയില്ലെന്ന്. അപ്പൊ നമ്മൾ പറയാം അവന് വിവരമില്ല കേട്ടാന്ന്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാക്കണേ, നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് വളരെ ശ്രദ്ധിക്കണം. ഇന്ന് സഭയ്ക്കകത്ത് ദൈവശബ്ദം കേട്ട് കർത്താവ് പറയുന്നത് അനുസരിക്കാൻ ആരുമില്ല. എല്ലാവരും ബാബേൽ ഗോപുരം പണിത് വെച്ചിട്ട് അതിന്റെ കീഴെ ഇനി വെള്ളം പൊങ്ങുമ്പോ ഞങ്ങൾ ചാകാതിരിക്കാൻ വേണ്ടി ഇരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് പല സംഘടനകളും ഇരിക്കുന്നത്. ദൈവം പറഞ്ഞത് കേട്ട് കൂടി വരിക. നമ്മൾ പശമണ്ണ് ചുട്ട് അല്ലേ കൂടി കുമ്മായം കുഴച്ച് നമ്മൾ എന്നാ കാണിക്കണം? നമുക്ക് വലിയൊരു ഗോപുരം പണിയിട്ട് ഇനി വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടണം. ഇങ്ങനെ കയറി ഇരിക്കുക അനേകര്. വായിച്ച അബ്രഹാം എന്താ കാണിച്ചേ? വായിച്ചേ. എനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച്. അപ്പൊ ഈ അനുസരണം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാതെ പോകുന്നതിന്റെ പേര് അനുസരണം എന്ന് പറയുന്നത്. സംശയമുള്ളവൻ ചോദ്യം ചോദിക്കും, സംശയം ഇല്ലാത്തവൻ ചോദ്യം ചോദിക്കില്ല. പക്ഷെ ഈ വിഷയം അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാര്യം ഉള്ളതെല്ലാം വിട്ടിട്ടാണ് പോകേണ്ടത്. അങ്ങനെ കർത്താവെ പോയാൽ നാളെ എന്തായി തീരും എന്നുള്ള ആ ചോദ്യം ഉള്ളവൻ ഒരിക്കലും ദൈവസന്നിധി നിൽക്കാൻ പറ്റില്ല. പറ്റുമോ? ദൈവം നമ്മളോട് പറയുന്ന അതുപോലെ അനുസരിക്കാൻ തയ്യാറാകണം. പറ്റുമോ? പറ്റൂന്നൊക്കെ പറയും. നിന്റെ ജോലി വിടാൻ പറഞ്ഞാൽ അറിയാം. പണ്ട് പറഞ്ഞ പോലെ എന്നാ ഒരു ദിവസം ചാപ്പലിന്റെ അകത്തിരുന്ന് ഭയങ്കര സമർപ്പണവും വർഷിപ്പും ഭയങ്കര പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കുക. അപ്പോഴത്തേനും പറയുക കർത്താവിന് വേണ്ടി നീ പലതും വിടണം. അപ്പോൾ എല്ലാവരും ആത്മാവിലായി. പിറ്റേ ദിവസം അവിടെ മറ്റേ രജിസ്ട്രാർ ആയിരിക്കുന്ന ഷാലു സാറ് വന്നിട്ട് പറഞ്ഞ് നാളെ എല്ലാവരും ക്ലീൻ ആയിട്ട് ഷേവ് ചെയ്ത് വൃത്തിയായിട്ട് ക്ലാസ് ചെയ്യണം. അതുകൊണ്ട് ഇന്ന് മുഴുകാനും ഊച്ചാന്താടി എല്ലാം കൂടെ വടിച്ചോളാൻ പറഞ്ഞപ്പോഴത്തേക്ക്
പിന്നെ എവിടെ ഇത് രണ്ടും കൂടെ ഒത്തുവരുന്നേ? അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മ്യൂസിക് ഒക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കാൻ ഇഷ്ടമാ, ഒന്നും പോകാൻ റെഡിയല്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വായിച്ച ഭാഗം വായിച്ച തീർത്താ നമുക്ക്, സമയം പോയല്ലോ. പോകുന്നു എന്നറിയാതെ ആ ആ വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് ആ എന്ന പോലെ നമ്മൾക്ക് പലരും പറയും നമ്മുടെ ആളുകളിലേക്ക് നമുക്ക് ചിലർക്ക് പറ്റാതല്ല, ചിലർക്ക് കൈയും കാലും വിറക്കും. നമ്മുടെ ആളുകളില്ല, നമ്മുടെ സെറ്റപ്പ് അല്ല. നീ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാതിരിക്കുന്നത്? സ്നാനപ്പെട്ടിട്ടും ദൈവം നിന്നോട് പറയുന്നത് നീ കേട്ടിട്ടില്ല. അന്യദേശത്ത് പോകാൻ പറഞ്ഞാൽ നീ പോകണം, അല്ലേ? അവിടെ അബ്രഹാം എന്താ ചെയ്തേ? ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകും? അത് വായിച്ച വാക്യം, അടുത്ത വാക്യം വായിക്കാനാ പറഞ്ഞേ. പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വിശ്വാസത്താൽ അവൻ ഒരു വാഗ്ദത്ത ദേശത്ത് അടുത്ത വാക്യം വായിക്കാൻ പറയുമ്പോ കണ്ണ് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കരുത്. അവിടെ ഒരു പേന പിടിക്കുകയോ എന്തെങ്കിലും വിരളൊക്കെ പിടിക്കുക വെച്ചാൽ കാര്യം വിട്ടുപോകരുത്. ആ വാക്യം വായിച്ചേ. വായിക്കാം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്നു. ശ്രദ്ധിക്കണം, ഒരു അന്യദേശത്തെന്ന പോലെ ചെന്നു. പറ്റുമോ ഇത്? ആരുമില്ല. അന്യദേശത്തെന്ന പോലെ ചെല്ലാൻ പറ്റുമോ? ഇത് ക്രിസ്ത്യ ജീവിതത്തിൽ ചിലർക്ക് ഇത് യോഗ്യമല്ലാതെ വരുന്നതിന് കാരണം എന്നാന്നറിയോ? ചിലരോട് പറഞ്ഞാൽ അത് കേൾക്കത്തില്ല. ചിലർ ചില ജില്ല വിടാൻ പറഞ്ഞാൽ പോലും കേൾക്കില്ല. അവിടെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഈ ബന്ധനം വലിയതാണ്. എന്റെ ജനമില്ലാത്തടത്തേക്ക് ഞാൻ പോകത്തില്ല. ഈ പ്രശ്നം നീ വിട്ടുകളയാതെ ഒരിക്കലും ദൈവകരത്തിൽ നീ ഉപയോഗിക്കപ്പെടുമെന്ന് വിചാരിക്കരുത്. അത് മാത്രമല്ല, ഇപ്പൊ അബ്രഹാം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ആളുകളൊക്കെ അവിടെ സ്ഥലമില്ലായിരുന്നു ചോദിക്കുന്ന മലയാളി. ഒരു മലയാളി ഇവിടെ ഉണ്ടെങ്കിൽ അബ്രഹാമിനെ നരകത്തിൽ വിടാനുള്ള പണി ഒരു മലയാളിക്ക് അറിയാം. ആദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടുകാരൊക്കെ അവിടെ അല്ലായിരുന്നു? അതെ, അപ്പച്ചനൊക്കെ വലിയ ബിസിനസ്. പിന്നെ നിങ്ങളെന്തിനാ ഇവിടെ വന്നേ? നിങ്ങളെന്തിനാ ഇവിടെ വന്ന് താമസിച്ചേ? ഇപ്പൊ മനസ്സിലാവുന്ന ആ സ്വഭാവം എന്നാന്ന്? ഈ വക ചോദ്യങ്ങളെ എല്ലാം തരണം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പോകത്തുള്ളൂ. ചിലർ ചിന്തിക്കുന്നതെന്നു പറയാം, സ്ട്രെച്ചർ കൊണ്ടുപോകുന്നു. സ്ട്രെച്ചറെ കൊണ്ടുപോകുന്ന രണ്ട് കൂട്ടരെയാ. ഒന്ന് രോഗികളെ, രണ്ട് ഡെഡ് ബോഡി. നീ രോഗിയാണെങ്കിൽ നിനക്ക് എഴുന്നേറ്റ് വീൽ ചെയറിൽ ഇരിക്കാനുള്ള അവസ്ഥയുണ്ട്. അല്ലാത്ത കേസൊക്കെയാണ് മൂക്കി പഞ്ഞു വെച്ചിട്ട് നേരെ അങ്ങ് വിടുകയുള്ളൂ. നിനക്ക് 2 ആംബുലൻസേ കയറാം. ഒന്ന് ഏതാണെന്നറിയാവോ? ഒന്ന് ICUവിന്റെ ആംബുലൻസ്, അത് രക്ഷപ്പെടാനുള്ള വഴിയാ. അടുത്ത എന്നാന്നറിയാവോ? രഥം ചത്തതിനെ കൊണ്ടുപോകാൻ. വായിച്ചേ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ, ശ്രദ്ധിക്കണേ, എവിടേക്കെന്ന് അറിയുന്നെന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്. ഈ വാക്യം വായിച്ചതല്ലേ? അതാ ഞാൻ ഇഷ്ടം പറഞ്ഞു. അവിടെ വിരൽ പിടിക്കൊന്നും ചെയ്യാൻ പറഞ്ഞു. അതാ പറഞ്ഞ പ്രശ്നം. ഇപ്പൊ ആദ്യം ഒന്നേന്ന് വായിച്ചു വരും. അടുത്ത വാക്യം വായിക്കുക. അത് വിടും. അടുത്ത വാക്യം വായിക്കാം. ഒരു അന്യദേശത്ത് ചെന്ന് അടുത്ത വാക്യം വായിക്കാനാ പറഞ്ഞേ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, ഇതെങ്ങനെയാ കാത്തിരിക്കുന്നേ? ചെന്ന ദേശത്തിൽ അബ്രഹാമിന്റെ ഹൃദയം അങ്ങ് ഉറച്ചില്ല. സ്വത്രം. പിന്നെ എന്താ? അവന്റെ ഹൃദയം ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായിട്ട് കാത്തിരുന്നു. മനസ്സിലായോ? അതായത് അപ്പനെയും അമ്മേനെയും സകലരെയും വിട്ട് സ്വത്രം ഇങ്ങോട്ട് ഇറങ്ങി വന്ന സമയത്ത് ചെല്ലുന്ന ദേശത്ത് വേര് ഉറയ്ക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയതെങ്കിലും സാഹചര്യങ്ങളും ദൈവത്തിന്റെ ഇടപെടലും വന്നപ്പോൾ മനസ്സിലായി ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിലാണ് എൻ്റെ ഉള്ളം ഞാൻ വെക്കാവുള്ളൂ എന്ന ബോധ്യം അബ്രഹാമിനുണ്ടായിരുന്നു. വായിച്ച ആ ഭാഗത്തിന്റെ തൊട്ട് മുകളിൽ വായിച്ച അവിടെ വായിക്കുന്നു. 9-ാം വാക്യം ആദ്യം മുതൽ വെച്ച് വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്. ശ്രദ്ധിക്കണേ, ഈ വാഗ്ദത്ത ദേശത്ത് എങ്ങനെയാണ് അവകാശം കിട്ടിയ സ്ഥലത്ത് എങ്ങനെയാണ് അന്യദേശത്തെന്ന പോലെ നിൽക്കാൻ ഇടയാകുന്നത്? കാര്യം യാത്ര തുടങ്ങിയപ്പോ അബ്രഹാമിന്റെ അവസ്ഥകൾ, ആത്മീകമായ അവസ്ഥകൾ മാറി. 2010 മെയ് 22 സ്നാനപ്പെട്ട് കയറിയ സമയത്തുള്ള ആത്മീക തലത്തിലല്ല വിൻസെന്റ് ആകുന്ന എന്റെ ലൈഫ് ഇരിക്കുന്നത്.
നാളുകൾ കഴിഞ്ഞപ്പോൾ പലതും ദൈവാത്മാവ് പഠിപ്പിച്ചു, പല അവസ്ഥയിൽ ദൈവം ബലപ്പെടുത്തി എഴുന്നേൽപ്പിച്ചു, അവസ്ഥകൾ മാറി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട നാള് മുതൽ ഇന്ന് വരെയുള്ള അവസ്ഥകൾക്ക് മാറ്റമില്ലെങ്കിൽ മനസ്സിലാക്കണം, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവാത്മാവ് നിന്നോട് ഇടപെടുകയും നിന്നെ പഠിപ്പിക്കുകയും ഒരുക്കുകയും ചെയ്താൽ ഒരു കാര്യം മനസ്സിലാകാൻ സാധിക്കുന്നത്, ആ വ്യക്തിക്ക് ദൈവരാജ്യമുണ്ട്. ആ വ്യക്തി ോ ആ ഇപ്പൊ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്നു. ഒരു അന്യദേശത്തെന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കണം, ഈ ദൈവം തെരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ ഭൂമിയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം ദൈവം ആ വ്യക്തിയെ ടെസ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി പോകുമോ ചെയ്യുമോ എന്നുള്ള കാര്യം ദൈവം നോക്കുകയാണ്. ശ്രദ്ധിക്കണേ, ചിലർക്കല്ല, എല്ലാവരോടും ഉണ്ട്. എന്നാൽ ഈ അല്പജനവ ഇത് കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ ചുരുക്കി. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്താ പ്രത്യേകത? അബ്രഹാമിനെ പോലെ പറയുന്ന അനുസരിക്കുന്നവർ, അവർക്കാണ് ദൈവരാജിരിക്കുന്നത്. മറ്റവരെല്ലാം ഇങ്ങനെ ഗിദെയോന്റെ പട ഇറങ്ങുന്ന പോലെ ഇറങ്ങും സഭയ്ക്കകത്തുനിന്ന്. പക്ഷെ ഒരെണ്ണം അക്കരനാട് കാണത്തില്ല. വായിച്ചേ കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ. ശ്രദ്ധിച്ച, അതൊരു വെളിപ്പാടിന്റെ വാക്യമാണത്, ഒരു വെളിപ്പാടിന്റെ വചനമാണത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അബ്രഹാം വിശ്വാസത്താൽ ഇസഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരത്തിൽ പാർത്തുകൊണ്ട്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ മനസ്സിലാക്കണം, ഇതാരാ കണ്ടത്? ആത്മാവിൽ സ്വന്തം കർത്താവ് കാണുന്ന കാര്യം എന്താണ്? ആത്മാവിൽ സ്വത്രം അബ്രഹാം അവിടെ ഇരിക്കുമ്പോൾ അബ്രഹാമിന്റെ കൂടാരത്തിൽ ഇസഹാക്കും യാക്കോബും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്നെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞൊരു വ്യക്തി ആത്മാവിന്റെ കൂടാരത്തിൽ ഞാൻ മാത്രമല്ല, ഞാൻ ചെയ്തെടുക്കുന്ന ശുശ്രൂഷയുടെ തുടർമാനമായിട്ട് സ്വത്രം ശാപാത്തിന്റെ കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരുവനെ എന്റെ പിന്നാലെ ദൈവം കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നു? ഞാൻ എങ്ങനെയാണ് ഈ ശുശ്രൂഷയിലേക്ക് വന്നത്, എനിക്ക് ശേഷം ആരാണ് വരുന്നതെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ട്. അതിന്റെ ആ തുടർമാനം അവിടെ വെളിപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു വ്യക്തിക്ക് ശേഷം എന്താണെന്നുള്ളത് ദൈവം മാത്രമാണ് കണ്ടിരിക്കുന്നത്. നമ്മളത് കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ അബ്രഹാമിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. എന്താണ് ആ ഭാഗം വായിച്ചേ? യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അല്ലെ? അങ്ങനെയല്ലേ വായിക്കുന്നത്? അപ്പൊ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു പ്രോജക്റ്റ് അബ്രഹാം പൂർത്തീകരിച്ചപ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിലേക്ക് വെളിപ്പെട്ടു വന്നത് സ്വർഗീയ സിയോനാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഇപ്പൊ വിൻസെന്റ് ആകുന്ന എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമിലൂടെ ഞാൻ സ്റ്റെപ്പ് വെക്കുമ്പോ ഒത്തിരി പ്രതിസന്ധികൾ വരുന്നതിന് കാരണം എന്താണ്? കാരണം എന്നെ കർത്താവിന് ബോധിക്കണം. നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തത് വിശ്വസ്തരെന്ന് എണ്ണി തനിക്ക് ബോധിച്ചവരെ താൻ വേലയ്ക്കാക്കുക ചെയ്തിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അത് മാത്രമല്ല, എന്റെ മുമ്പിൽ, കർത്താവിന്റെ മുമ്പിൽ എന്നെ കർത്താവ് നിർത്തിയിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ കർത്താവ് നടത്തുന്ന ചില വഴികളിലൂടെ ഞാൻ പോയേ മതിയാകത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് ചെയ്തത്? എന്റെ നിത്യതയോടുള്ള ബന്ധത്തിലാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളോട് ദൈവാത്മാവ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തിൽ എവിടം വരെ എത്തി? നിങ്ങൾ അറിയിച്ച കാര്യങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യം ചെയ്തിട്ടുണ്ട്? ഇതൊന്നും ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ലെങ്കിൽ നിത്യത എവിടെ എത്തുമെന്നും കൂടെ ഒന്ന് പരിശോധിച്ചോണം കേട്ടോ. അത് പേഴ്സണൽ ആയിട്ട് ഞാൻ തരികയാണ്. കാര്യം, അബ്രഹാമിന്റെ കൂടാരത്തിൽ ഇസഹാക്കും യാക്കോബും ഉണ്ടായിരുന്നു. അത് വിശ്വാസത്താൽ അബ്രഹാം കണ്ടു എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അത്ര ശ്രേഷ്ഠകരമായ പദ്ധതിയിലാണ് ദൈവം നിർത്തിയത്. അപ്പോൾ നമ്മെ ഈ കാലഘട്ടത്തിൽ നിത്യതയ്ക്കായിട്ട് നമ്മൾ കൊള്ളുമോ എന്നുള്ളത് കർത്താവ് നോക്കും. അതുകൊണ്ട് അപ്പൊ ഞാൻ പറയട്ടെ, ഇതാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഇതുമായിട്ട് ടച്ച് ചെയ്തേണ്ട ഒരു വിഷയം എന്നറിയാവോ? ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? പൗലോസിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടപ്പോൾ മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോവുകയോ പ്രമാണികളായിരിക്കുന്നവരുടെ അടുക്കൽ ചെല്ലുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോയി. അപ്പോൾ ചോദ്യമുണ്ട്, എന്താ ഇതിന്റെ കാരണം? ഈ വെളിപ്പാടാണ് കാര്യം. അവരാരുമായിട്ട് ഒത്തുനോക്കാൻ പൗലോസ് റെഡിയല്ല.
യെരുശലേമിലേക്ക് എന്ന അവസരങ്ങളുടെ അല്ലെങ്കിൽ വെളിപ്പാടുകളുടെ എല്ലാം ഒരു കണിയാന്ന് വിചാരിക്കണം യെരുശലേം. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ ദൈവാത്മാവ് പൗലോസിനെ അനുവദിച്ചില്ല. അപ്പോൾ മനസ്സിലാകേണ്ടത് കാര്യം, ദൈവാത്മാവ് നിന്നെ നടത്തുന്ന വഴിയിലൂടെ നീ പോകണം. അത് നിന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ നിവർത്തിയാണ്. ഇവിടെ അത് ജയിച്ചെങ്കിൽ മാത്രമാണ് അക്കരെ നാട്ടിൽ നീ പോകത്തുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കണം. സോ ആ പരീക്ഷ തികച്ച് അബ്രഹാമിന് ഇസഹാക്കിനെ കിട്ടി. അതിനുശേഷം ആ ഇസഹാക്കിനെ തന്നെ വീണ്ടും ലഭിക്കേണ്ടതിന് കർത്താവ് പരീക്ഷിച്ച്, നിന്റെ മകൻ, നിന്റെ ഏകജാതനാകുന്ന ഇസഹാക്കിനെ തന്നെ എനിക്ക് യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. അവിടെ ആ ഒരു വിഷയം വന്നപ്പോൾ അതുവരെ സകലരോടും വിളിച്ചു കൂവി പറഞ്ഞ് ഇടപെട്ട് നമുക്ക് ഒരുമിച്ച് പോകാം, അങ്ങനെ വേണം ഇങ്ങനെ വേണം, വീടടക്കം പ്രാർത്ഥന റിക്വസ്റ്റും ബാണറും കെട്ടിവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അബ്രഹാം ഈ കാര്യം കേട്ടപ്പോൾ ഇരി ചെവി അറിയാതെ കാര്യം ചെയ്തു. എന്നാണെന്നറിയാവോ? ഈ 25 വർഷം കൊണ്ട് ഈ കൂടെ നടന്നവരുടെ എല്ലാം തനി സ്വഭാവം അബ്രഹാമിനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. മനസ്സിലാക്കണം, വിളിയുള്ളവന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ദൈവം സകലത് വെളിപ്പെടുത്തി കൊടുക്കും. അത് വെളിപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയാവോ? ദൈവം പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള യാഗം അവിടെ അർപ്പിക്കപ്പെടാനാണ്. അതുകൊണ്ട് സ്തോത്രം, സാറ അറിഞ്ഞില്ല, സ്തോത്രം, കൂടെ വന്ന ദാസന്മാർ അറിഞ്ഞില്ല, കൂടെയുള്ള പലരും അറിഞ്ഞില്ല, സ്തോത്രം, ഈവൻ ഈ നിൽക്കുന്ന ഇസഹാക്ക് പോലും അറിഞ്ഞില്ല ഞാൻ ഇവനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകാന്ന്. ഇതാണ് ഒരു ഭക്തന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഇതാണ് ഒരു വിളിക്കപ്പെട്ടവന്റെ തീരുമാനം. ഇതാണ് സമർപ്പണം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ അനുഭവത്തിലേക്ക് നിങ്ങളുടെ ജീവിതം വ്യക്തിപരമായിട്ട് നിങ്ങൾ എത്തിയാൽ, നിങ്ങൾ ഇതുപോലെ ദൈവശബ്ദത്തിന് കീഴിലാണെങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾ പോകും. അല്ലെങ്കിൽ നിങ്ങളുടെ നിത്യനാശത്തിലേക്കാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തെ നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നേരം നമ്മൾ കേട്ട ഈ വചനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തോട് ഇടപെട്ട സംസാരിച്ച ഒത്തിരി വിഷയങ്ങളുണ്ടല്ലോ.